Good morning everyone. Welcome to Adda247Malayalam channel. This is Rintu Sebastian and welcome to the Hindu editorial analysis of 24th June 2022. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരുപാട് ലേറ്റായി ഇന്ന്. ഐ എം 12 minutes late. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ആദ്യമേ അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം എനിക്കറിയാം ഇന്ന് ഒരുപാട് ലേറ്റായി പോയി. ആദ്യം ഒന്ന് താമസിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് വൊക്കാബ് ഒരുപാടുള്ളതുകൊണ്ട് സമയം കിട്ടിയില്ല. ബട്ട് എല്ലാ വൊക്കാബും ഞാൻ എടുത്തിട്ടുണ്ട്. ഡോണ്ട് വറി, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. നമ്മുടെ കോട്ട് ഇതാണ്: സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ തിങ്സ് ടു ഹാപ്പൻ, ഗോ ഔട്ട് ആൻഡ് മേക്ക് ദം ഹാപ്പൻ. നമുക്കറിയാം, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, വരട്ടെ, അടുത്ത നോട്ടിഫിക്കേഷൻ വരട്ടെ. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ തുടങ്ങാം. നോട്ടിഫിക്കേഷൻ പഠിച്ചിട്ട് വന്നിട്ട് പഠിക്കാൻ തുടങ്ങണമെന്ന് ആലോചിക്കാം. ലാസ്റ്റ് ഡേറ്റ് ആവട്ടെ, അപ്പോഴേക്കും അപ്ലൈ ചെയ്യാം, അല്ലേ? നമ്മുടെ IBPS RRBയുടെ നോട്ടിഫിക്കേഷൻ ക്ലോസ് ആവുന്നത് 27-ാം തീയതിയാണ്. ഇന്ന് 24-ആയി. ഇനിയും വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ I'm telling you, this is the last moment for you. അവസാനം ലോഡായില്ല, ഇതായില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയരുത്. അപ്പോൾ 27th അപ്ലൈ ചെയ്യുക. അടുത്ത പോയിന്റ്, നമ്മുടെ സുപ്രീം കോർട്ട് അസിസ്റ്റന്റിന്റെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ജൂലൈ 10 വരെയാണ് ഡേറ്റ്. ജൂൺ 18-നാണ് വിളിച്ചത്. ജൂലൈ 10 വരെ ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നീട്ടിവെക്കരുത്. സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ തിങ്സ് ടു ഹാപ്പൻ. നിങ്ങൾ പോവുക, ചെയ്യുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. കാരണം എക്സാം 2 മാസം ഉറപ്പാണ്. 2 മാസം 2.5 മാസത്തിനുള്ള എക്സാം വരും. ബിക്കോസ് ഇത് സുപ്രീം കോർട്ടിൽ നിന്ന് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്, വേറെ എവിടുന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എക്സാം വരും. അപ്പോഴേക്കും നമ്മൾ പഠിച്ചെടുക്കണം. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കവർ ചെയ്യാനുണ്ട്. ആൻഡ് വി ഹാവ് ആർ ഒബ്ജക്റ്റീവ് പേപ്പർ ടു കവർ. 125 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ല. ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, യെസ്. നമുക്ക് Adda247Malayalam ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. SSCയുടെ ക്ലാസ്സുകൾ, അതുപോലെ ESIC ഇൻഷുറൻസിൻ്റെ ക്ലാസ്സുകൾ, ബാങ്കിങ് ക്ലാസ്സുകൾ, സുപ്രീം കോർട്ട് അസിസ്റ്റൻ്റ് ക്ലാസ്, ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്, PSC എക്സാംസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഫ്രീ യൂട്യൂബ് ക്ലാസ്സുകൾ, നോട്ടിഫിക്കേഷൻ വീഡിയോ, ഡീറ്റെയിൽ ആയ വീഡിയോസ്, നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ക്വയറീസ് എല്ലാം ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ അതിനുള്ള വീഡിയോസ് ഒക്കെ ഇവിടെ ചെയ്യാറുണ്ട്. ആൻഡ് ഇഫ് യു ആസ്ക് ഫോർ us, വിൽ ഗിവ് യു another ഇൻഫർമേഷൻ ആസ് വെൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാം. ആപ്പിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടായിരിക്കും. എന്തായാലും നമ്മൾ ഗിവ് അവേ നടത്തി ഒരുപാട് പേർക്ക് ഗിഫ്റ്റ്സ് കിട്ടി. കുറേ പേര് ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞു. എനിവേയ്സ്, ഇനിയും നമ്മൾ ഗിവ് അവേ വെക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ. നിങ്ങൾ അതിൽ പേടിക്കേണ്ട. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കാം. ബി പ്രിപ്പയർഡ് കേട്ടോ, ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. കാരണം നോട്ടിഫിക്കേഷൻസ് കിട്ടും, ജോബ് അലേർട്ട്സ് കിട്ടും, കറണ്ട് അഫയേഴ്സ് കിട്ടും. എസ്പെഷ്യലി ഡെയിലി നിങ്ങൾക്ക് ക്വിസസ് കിട്ടും. പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം, ആൻഡ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. മുന്നോട്ട് പോകാം നമുക്ക്. ഓക്കെ, യെസ്. അതുപോലെ നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്. മറക്കണ്ട ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം. KPSC ഷോർട്ട് സെലക്ഷൻ എന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ 24-ാം തീയതിയാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് എഡിറ്റോറിയൽ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വൊക്കാബും കോംപ്രിഹെൻഷനുമാണ്. മെയിനായിട്ട് നമ്മുടെ വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ ആൻഡ് ഗ്രാമർ. ഒബ്വിയസ്ലി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഗ്രാമർ മൊത്തമായിട്ട് പഠിക്കാൻ പറ്റില്ല, ബട്ട് കോംപ്രിഹെൻഷൻ സ്കിൽസ് നിങ്ങളുടെ കൂടും. റീഡിംഗ് എബിലിറ്റി കൂടാനുള്ള ഒരു സെഷനാണിത്. ജനറൽ അവയർനെസ് കൂടാനുള്ള സെഷനാണ്. അതുപോലെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, റൈറ്റിംഗ്, ഫോമൽ റൈറ്റിംഗ് നമുക്ക് വരുന്നുണ്ട് സുപ്രീം കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സെഷനാണിത്. അതിപ്പോൾ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും, അതിപ്പോൾ ദേവസ്വം ബോർഡിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും, സുപ്രീം കോർട്ട് അസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും, കേരള PSCയുടെ പ്രത്യേകമായിട്ട് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, SSC, ESIC, ബാങ്കിങ്, എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സെഷനാണ്. ആൻഡ് വെൽക്കം. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നമുക്ക് 2 ആർട്ടിക്കിളാണുള്ളത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും കുറേ നേരം ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് എനിക്കറിയാം. ആൻഡ് നമ്മളതുകൊണ്ട് താമസിപ്പിക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. 2 ആർട്ടിക്കിൾ. ഒന്ന്, നമ്മുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇൻ കൊളംബിയയിലുള്ള പ്രസിഡൻഷ്യൽ ഇലക്ഷനെ പറ്റിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ പൊളിറ്റിക്കൽ സെനറിയോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. റീഡബിൾ അല്ലാത്തൊരു ആർട്ടിക്കിളാണ്, ജസ്റ്റ് ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. ആൻഡ് വായിക്കേണ്ട കാര്യം, റീഡബിൾ ആണ്, ബട്ട് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇഫ് യു വാണ്ട് ഇറ്റ്, യു ക്യാൻ റീഡ് ഇറ്റ്. ഒബ്വിയസ്ലി അല്ല, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമുള്ള ഒരു ആർട്ടിക്കിൾ അല്ല അത്. ആൻഡ് അടുത്ത കാര്യം, വൊക്കാബുലറി അതിലുണ്ട്, ബട്ട് കുറച്ച് വൊക്കാബുലറി ഉണ്ട്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കാം. അതൊക്കെ ഞാനിവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെയുള്ള ഒരു ആർട്ടിക്കിൾ അബൌട്ട് ശിവസേന, നമ്മുടെ ശിവസേനയെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിളാണ്. ഇന്നലെയൊക്കെ ന്യൂസിൽ തകൃതിയായിട്ട് ശിവസേനയെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു, ഇല്ലേ? അപ്പോൾ അതിനെ പറ്റിയൊരു ആർട്ടിക്കിൾ. അപ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്ത് പോകാനുള്ളൊരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഈസ് ആർട്ടിക്കിൾ ഫോർ ദ ഡേ. താമസിപ്പിക്കുന്നത് തുടങ്ങുവാണ്. നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ് ആൻഡ് വൺ വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. എന്നിട്ട് നമുക്ക് മറ്റു വൊക്കാബുലറിയിലോട്ട് പോകട്ടോ. ഓക്കെ, ഇവിടെ മഴയാണ് ഹരി. മഴയാണ്. യെസ് ആണ്. ഇന്നലെ രാത്രി താമസിച്ചായിരുന്നു. ഈ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാൻ താമസിച്ച് എണീറ്റുകൊണ്ടല്ലേ. അതൊന്ന്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി വളരെ താമസിച്ചാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ടാണ്.
ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഭയങ്കര വർക്ക്ലോഡ് കൂടി വരുവാണ്. ദാറ്റ് ഈസ് വൈ. അപ്പം നമുക്ക് ഇഡിയംസിലോട്ട് കിടക്കാം. ഒരുപാട് ഇഡിയംസ് ഉണ്ട് കേട്ടോ, 2 പേജോളം ഇഡിയംസ് ഉണ്ട്. പെട്ടെന്ന് ചാടി ആൻസർ പറയുക, ചാടി സെന്റൻസ് വയ്ക്കുക. ഹാവ് എ ടൈഗർ ബൈ ദ ടെയിൽ. ഇന്നത്തെ ടൈറ്റിൽ തന്നെ, ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ തന്നെ ഇതാണ്, ടൈഗർ ബൈ ദ ടെയിൽ ആണ്. സോ ഹാവ് എ ടൈഗർ ബൈ ദ ടെയിൽ എന്ന് പറയുന്ന ഒരു ഇഡിയമാണ്. ആൻഡ് ദാറ്റ് മീൻസ് സംതിങ് ടു ഡിഫിക്കൽട്ട് ടു മാനേജ്. നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു കാര്യം, മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് എങ്കിൽ, to manage or cope with, deal ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ you say I have a tiger by the tail. Oh my god, എന്നെ കൊണ്ട് പറ്റില്ലടാ. The business is getting tougher or the business is getting tighter. I have a tiger by the tail എന്ന് പറഞ്ഞാൽ it's so difficult to manage എന്നർത്ഥമാണ് കേട്ടോ. it's too difficult to manage എന്നർത്ഥമാണ് കേട്ടോ. അടുത്ത് നോക്കിയേ, സ്ലിപ്പ് ഔട്ട്, തെന്നി പോവുക, വഴുതി പോവുക എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അങ്ങനെ പറയും. നമ്മുടെ സ്ലിപ്പ് ഔട്ട് ഒരു ഇൻഫോർമൽ യൂസേജ് ആണ്. സ്ലിപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ സേ സംതിങ് വിതൗട്ട് ഇന്റൻഡിങ് ടു, വിചാരിക്കാതെ നമ്മൾ എടുത്തിടുന്ന ഒരു കാര്യം പറയുകയാണ്. അതായത് നമ്മൾ അതല്ല ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മുടെ വായി നിന്ന് അറിയാതെ വീണു പോവുക. സ്ലിപ്പ് ഔട്ട് സംതിങ് മീൻസ്, സ്ലിപ്പ് ഔട്ട് മീൻസ് സേ സംതിങ് വിതൗട്ട് ഇന്റൻഡിങ് ടു. നിങ്ങളത് ഇന്റൻഡ് ചെയ്തില്ല, നിങ്ങളത് ഉദ്ദേശിച്ചില്ല, ബട്ട് അറിയാതെ അങ്ങ് വായിന്ന് വിട്ടുപോയി. ദാറ്റ്സ് വാട്ട് സ്ലിപ്പ് ഔട്ട് ഇസ്. അടുത്ത് നോക്കിക്കേ, സ്റ്റെപ്പ് അസൈഡ്. സ്റ്റെപ്പ് അസൈഡ് എന്ന് പറഞ്ഞാൽ ദ പ്രസിഡന്റ് സ്റ്റെപ്പ് അസൈഡ്, സ്റ്റെപ്ഡ് അസൈഡ്, പ്രസിഡന്റ് മാറി വിഡ്രോ ചെയ്തു, റിസൈൻ ചെയ്തു. ദ ചീഫ് മിനിസ്റ്റർ സ്റ്റെപ്ഡ് അസൈഡ് ഫ്രം ഹിസ് പൊസിഷൻ, വിഡ്രോ ചെയ്തു അല്ലെങ്കിൽ റിസൈൻ ചെയ്തു എന്നൊക്കെ അർത്ഥം. അപ്പോൾ സ്റ്റെപ്പ് അസൈഡ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം പറയാം, നിങ്ങൾ എപ്പോൾ ഒരു ഇഡിയമോ ഫ്രേസോ ചെയ്യുമ്പോൾ മെയിൻ വേർബ് ഏതാണതിൽ, ആ വേർബിനെ വേണം നിങ്ങൾ പാസ്റ്റ് ടെൻസിലോട്ടും അതുപോലെ V3 ഫോമിലോട്ടും പ്രസന്റ് ടെൻസിലോട്ടും ഒക്കെ മാറ്റാനായിട്ട്. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഹാവ് ആണ് ഹാഡ് വരും, സ്ലിപ്പ് ആണ് സ്ലിപ്ഡ് വരും അല്ലേ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, സ്റ്റെപ്പ് ആണ് സ്റ്റെപ്ഡ് വരും ഒക്കെ ഓർത്തോണം. പുട്ട് വൺസ് ഹൗസ് ഇൻ ഓർഡർ. അടുത്ത ഇഡിയം, പുട്ട് വൺസ് ഹൗസ് ഇൻ ഓർഡർ. ഒരാളുടെ വീട് ഓർഡറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് നോട്ട് വീട്, നെസസറിലി വീടല്ല, മേക്ക് നെസസറി റിഫോംസ്, വേണ്ട ആവശ്യമുള്ള റിഫോംസ്, മാറ്റങ്ങൾ വരുത്തുക. മേക്ക് നെസസറി റിഫോംസ് അറിയാലോ, മാറ്റങ്ങൾ, ചേഞ്ചസ് ആണ്. സോ വേണ്ട മാറ്റങ്ങൾ നമ്മൾ വരുത്തുക, മേക്ക് ദ ചേഞ്ചസ്, ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തുക. ദാറ്റ് ഈസ് പുട്ട് വൺസ് ഹൗസ് ഇൻ ഓർഡർ. അടുത്തത് ഡ്രിഫ്റ്റ് അവേ. ഡ്രിഫ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ ലൂസ് പേഴ്സണൽ കോണ്ടാക്ട് ഓവർ ടൈം. വി ഡ്രിഫ്റ്റഡ് അവേ. ഞങ്ങളിപ്പോൾ പണ്ടത്തെ പോലെ അത്ര കോണ്ടാക്ട് ഒന്നും ഇല്ലെന്നേ. വി ഡ്രിഫ്റ്റഡ് അവേ എന്ന് പറഞ്ഞാൽ ലൂസ് പേഴ്സണൽ കോണ്ടാക്ട് ഓവർ ടൈം. നിങ്ങൾക്ക് ശിവസേന ഡ്രിഫ്റ്റഡ് അവേ ഫ്രം BJP എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാണും, ഇന്ന് കാണും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓൾ റൈറ്റ്, യെസ്, ലെറ്റ്സ് സി. ഞാൻ എങ്ങനെ മനസ്സിലാക്കി നല്ല ഹരി, എടാ നിന്നെ ഞാൻ കുറേ നാളായാലേ കാണാൻ തുടങ്ങിയിട്ട്, നമ്മൾ നേരിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ബട്ട് ഐ നോ മൈ സ്റ്റുഡൻസ് വെരി വെൽ. നിങ്ങൾക്ക് വിചാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ആൾക്കാരെ മനസ്സിലാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതവണ, ഐ എം എ ടീച്ചർ ജസ്റ്റ് ബിക്കോസ് ഐ ലവ് പീപ്പിൾ. എനിക്ക് മനുഷ്യരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. എനിക്ക് മനുഷ്യരെ ഇവിടെ സംസാരിക്കാൻ, അവരെ മനസ്സിലാക്കുന്ന പ്രത്യേക കഴിവുണ്ട്. ആൻഡ് ഐ നോ ഹൗ ടു ഡീൽ വിത്ത് പീപ്പിൾ ആസ് വെൽ. നിന്നെയൊക്കെ എത്ര കണ്ടതാണല്ലേ, അതാണ്. കോഴ്സ് ഇറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പ്രൈസസ്. അഭിനയ അതാണ് പണി. പോട്ടെ, അടുത്ത തവണ വരുമ്പോൾ സെറ്റ് ആക്കാം നമുക്ക് കേട്ടോ. അറ്റ് ദിസ് ജങ്ക്ചർ എൻഡോസിംഗ് ദ ഡോക്യുമെന്റ്സ് വിൽ ബി ടൈഗർ ബൈ ദ ടെയിൽ. ഗ്രേറ്റ്, ദാറ്റ് ഇസ് ഗ്രേറ്റ്. യെസ്, അപ്പോൾ നമുക്ക് അടുത്തലോട്ട് പോകാം. ടേൺ ഔട്ട് ടു ബി. എന്താണ് ടേൺ ഔട്ട് ടു ബി? ടേൺ ഔട്ട് ടു ബി മീൻസ് ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട് അല്ലെ, ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ, അല്ലെങ്കിൽ ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട്, ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലാവുക അല്ലെ, അതിനല്ലേ ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി. പക്ഷെ ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലായിരിക്കും, നമ്മൾ വിചാരിക്കാത്തൊരു വേയിലായിരിക്കും നടക്കുന്നത്. അതിനെയാണ് ടേൺ ഔട്ട് ടു ബി എന്ന് പറയുക അല്ലേ. ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട് അല്ലെങ്കിൽ ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ അല്ലേ. അതുകൂടെ പറയാം, രണ്ട് രീതിയിലും പറയാം കേട്ടോ. അപ്പോൾ എന്ത് വന്നാലും അതിൻ്റെ മീനിങ് ഒരേ മീനിങ് തന്നെയാണ്, ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ ഓർ ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട് കേട്ടോ. ഇങ്ങനെ ആയിത്തീരുക, ഇങ്ങനെ ഒരു രീതിയിലായി തീരുക, ഓർ ഒരു പെർട്ടിക്കുലർ റിസൾട്ട് കിട്ടുക. സെയിം സാധനമാണ്, ഞാൻ രണ്ട് രീതിയിൽ എഴുതിയാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് വരാം. അത് മീനിങ് വന്നാൽ നിങ്ങളൊന്ന് സെറ്റാക്കി എഴുതിക്കോണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഹാവ് എ ടൈഗർ ബൈ ദ ടെയിൽ മീൻസ് സംതിങ് ടു ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് അല്ലെങ്കിൽ സംതിങ് ടു ഡിഫിക്കൽട്ട് ടു മാനേജ്. രണ്ടാമത്തെ സ്ലിപ്പ് ഔട്ട് ആണ്, സ്റ്റെപ്പ് അസൈഡ്, പുട്ട് വൺസ് ഹൗസ് ഇൻ ഓർഡർ, ഡ്രിഫ്റ്റ് അവേ, ടേൺ ഔട്ട് ടു ബി. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വരുമ്പോൾ അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലേ രാമനാരായണ പറയാൻ പാടില്ല, ഞങ്ങൾക്കറിയാം, ആൻഡ് യു ഹാവ് ടു ആൻസർ കേട്ടോ. നമുക്ക് വേഗം സംഭവത്തിലോട്ട് കിടക്കണ്ടേ, അടുത്ത സെറ്റിലോട്ട് പോകണം. അതിന് മുമ്പ് ലെറ്റ് മീ ഗെറ്റ് യുവർ സെൻറ്റൻസസ്. ഇറ്റ് വാസ് ജസ്റ്റ് a slip out from him. Slip out from him, okay. Don't complicate it. Okay, that's it. അതെ, വെറുതെ വളച്ചൊടിക്കണ്ട അല്ലേ. Great, that's great. Uddhav Thackeray ready to step aside from his position. Uddhav Thackeray
is ready to step aside from his position. അവിടെ verb എവിടെ, ഹാർട്ട് എവിടെ, അഞ്ചു, ഇസ് വേണം, വന്നാൽ കറക്റ്റാ. എന്തായാലും ഞാനത് പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. മെസ്സേജ് ഡിലീറ്റ് ചെയ്തതിന് മുമ്പ് ഞാൻ പറഞ്ഞു പോയി. ഹി ഡ്രിഫ്റ്റഡ് away with his friends soon after the സെലക്ഷൻ. എന്തിനാ ഇത്രയും ടെൻഷൻ? രണ്ട് TION വന്നു അല്ലേ, CT വന്നിട്ടോ, അതൊന്ന് നോക്കാം കേട്ടോ. സെലക്ഷൻ ECT വേണ്ട അവിടെ, ആ ECT കട്ട് ചെയ്തോളാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. മഹാരാഷ്ട്രാസ് പൊളിറ്റിക്സ് ഇസ് ഗോയിങ് വേഴ്സ്. ഉദ്ധവ് താക്കറെ ഹാസ് എ ടൈഗർ ബൈ ദ ടെയിൽ. അതൊന്ന് തിരുത്തി തരാം ഷൈനി. മഹാരാഷ്ട്രാസ് പൊളിറ്റിക്സ് ഈസ് ഗോയിങ് അല്ല, ഗെറ്റിംഗ് വേഴ്സർ. മോശമായിക്കൊണ്ട് വഷളായിക്കൊണ്ടേ ഇരിക്കുകയാണ്, കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എങ്ങനെ കൊടുക്കാം? മഹാരാഷ്ട്രാസ് പൊളിറ്റിക്സ് ഈസ് ഗെറ്റിംഗ് വേഴ്സർ. ഒരു ഇതിൽ നിന്ന് മറ്റൊരു ഇതിലോട്ട് പോകുമ്പോൾ ഒരു സഡൻ ഇൻക്രീസോ, സൈമിൾട്ടേനിയസ് ഇൻക്രീസോ സൈമിൾട്ടേനിയസ് ഡിക്രീസോ വരുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം കേട്ടോ ഷൈനി. അപ്പോൾ എന്ത് കൊടുക്കണം? മഹാരാഷ്ട്രാസ് പൊളിറ്റിക്സ് ഈസ് ഗെറ്റിംഗ് വേഴ്സർ, ഉദ്ധവ് താക്കറെ ഹാസ് എ ടൈഗർ ബൈ ദ ടെയിൽ. എനിക്കും ടെസ്റ്റ് സീരീസ് കിട്ടില്ല, എനിക്കിന്നും ടെസ്റ്റ് സീരീസ് ഇന്ന് കിട്ടും, ഇന്ന് ഉറപ്പായിട്ട് കിട്ടും. ദീപു വെയിറ്റ് ചെയ്യാം കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇന്ന് ഉറപ്പായിട്ട് കിട്ടും. ഇന്നലെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി അതിലൊരു മാറ്റവും ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിന് വേണ്ടിയിട്ട് ദീപു ഒരു കാര്യം ചെയ്തോ, വേണ്ട ദീപു ഒന്നും കാര്യമുണ്ട്, ഞാൻ ദീപുവിന് ഇപ്പോൾ തന്നെ ഒരു നമ്പർ തരാം. ദീപു ഇപ്പോൾ ഒരു കാര്യം ചെയ്തോ, ക്ലാസ് എൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മലയാളത്തിലൊരു ടീമുണ്ട്, പുള്ളിയോട് വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ പുള്ളി സെറ്റാക്കി തരും. സെറ്റാക്കി തരാം. ഞാനൊരു നമ്പർ തരാം, ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ അവരെ ഒന്ന് വിളിച്ചു, അപ്പോൾ നിങ്ങളോടൊന്ന് വിളിച്ച് പറഞ്ഞു, അപ്പോൾ അവർ സെറ്റാക്കി തരും. ഓക്കെ, ഞാനൊരു നമ്പർ അയച്ചിട്ടുണ്ട് ദീപു, അതൊന്ന് അവരെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അവർ എന്തായാലും സെറ്റാക്കി തരും. ഞാൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, അത് പേടിക്കേണ്ട. ഒന്നുകൂടെ ഒന്ന് വിളിച്ചാൽ അവർക്കൊരു ഇതായിക്കോട്ടെ കേട്ടോ. ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി, ധൈര്യമായിട്ട് വിളിച്ചോ. അടുത്തത് സെൻറ്റൻസ് ആണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്, നോക്കട്ടെ. ഇഫ് മൈ നെഫ്യൂ ഇൻ മൈ ഹൗസ് ഐ ഹാഡ് എ ടൈഗർ. പാർവതി, എന്താ നമുക്ക് പോയത് ഇവിടെ? ഹാർട്ട് ഓഫ് ദ സെൻറ്റൻസ്, ഹാർട്ടില്ല. ഇഫ് മൈ നെഫ്യൂ ഈസ് ഇൻ മൈ ഹൗസ്, എൻ്റെ വീട്ടിൽ നെഫ്യൂ ഉണ്ടെങ്കിൽ, ഈസ് വേണ്ടേ? ഇഫ് മൈ നെഫ്യൂ ഈസ് ഇൻ മൈ ഹൗസ്, ഐ ഹാഡ് എ, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഐ ഹാഡ് എ ടൈഗർ ബൈ ദ ടെയിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ, പാസ്റ്റ് ടെൻസിലോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണോ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വില്ല് വരാം, വുഡ് വരാം, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഇഫ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. ഐ വിൽ ഹാവ് ഇങ്ങനെ കൊടുത്താൽ മതി. ഐ വിൽ ഹാവ് എ ടൈഗർ ബൈ ദ ടെയിൽ കൊടുത്തു. ഇഫ് മൈ നെഫ്യൂ ഈസ് ഇൻ മൈ ഹൗസ് ഐ വിൽ ഹാവ് എ ടൈഗർ ബൈ ദ ടെയിൽ എന്ന് കൊടുക്കുക കേട്ടോ. ടേൺ ഔട്ട് ടു ബി യൂസ് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസിൽ ഐ വിൽ വരാൻ പറ്റുമോ? ടേൺ ഔട്ട് ടു ബി വരാം. ഐ വിൽ ടേൺ ഔട്ട് ടു ബി അതാണോ? ഐ വിൽ ടേൺ ഔട്ട് ടു ബി ആണോ? ഓർ ദ തിങ്സ് വിൽ ടേൺ ഔട്ട് ടു ബി പറയാം, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പം അതിലൊരു പ്രശ്നമില്ല. സംടൈംസ് ഒറ്റ വാക്കാണ് ഹരി. സംടൈംസ് അല്ല, സംടൈംസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇമേജസ് സ്പോയിൽഡ് ഓൺ അക്കൗണ്ട് ഓഫ് slipping their agenda out to media. Yes, the postmortem says that he slipped out from the car during the collision. Other literal slipped out. Okay. Sheri. His actions turned out to be fruitful for his family. Okay, that's great. While discussing about the issues, her political support just slipped out. Illa. See, while discussing about പറയില്ല, while discussing the issue. കേട്ടോ ആത്മീയ, ഡിസ്കസ് എന്ന വേർബിന് ശേഷം ഒരിക്കലും പ്രിപ്പോസിഷൻ പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ്, അതിനുശേഷം നേരെ ഒബ്ജക്റ്റ് കൊടുക്കുക. വിൽ ഡിസ്കസ് ഇറ്റ്, വിൽ ഡിസ്കസ് ദ ഇഷ്യൂ, വിൽ ഡിസ്കസ് ദ മാറ്റർ, സംതിങ് ലൈക്ക് ദാറ്റ് കേട്ടോ. വിൽ ഡിസ്കസ് ദ ഇഷ്യൂ വിത്ത് ഹെർ പൊളിറ്റിക്കൽ സപ്പോർട്ട് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്, അങ്ങനെ കൊടുക്കുക കേട്ടോ. ദ ഇന്ത്യൻ ഗവൺമെന്റ് പുട്ട് വൺസ്, അവിടെ വൺസ് വരുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അല്ല. അഭിരാമി ഹായ്, ഇന്നലെ ഒന്നും നിന്നെ കണ്ടില്ലല്ലോ, ഞാൻ ഇന്നലെ പറയുകയും കൂടി ചെയ്തു, നിന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് പുട്ട് വൺസ് പറയില്ല, ഗവൺമെന്റ് അല്ലേ, അപ്പം ഇങ്ങനെ കൊടുക്കും. ദ ഇന്ത്യൻ ഗവൺമെന്റ് പുട്ട് ഇറ്റ്സ് ഹൗസ് ഇൻ ഓർഡർ ഇൻ ദ ഡിഫൻസ് സെക്ടർ കേട്ടോ. ദ ഇന്ത്യൻ, അവിടെ വൺ എന്ന് പറയുന്നത് ഒരാളെ പറ്റി വൺ എന്ന പ്രൊപ്പോസിഷൻ വന്നാൽ മാത്രമേ വൺ ഉപയോഗിക്കും, വൺസ് ഇവിടെ ഉള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഇറ്റ്സ് കൊടുക്കുക, ഗവൺമെന്റിനെ പറ്റിയല്ല പറയാ, അപ്പം ഇങ്ങനെ കൊടുക്കുക. ദ ഇന്ത്യൻ ഗവൺമെന്റ് പുട്ട് വൺസ് അല്ല, പുട്ട് ഇറ്റ്സ് ഹൗസ് ഇൻ ഓർഡർ ഇൻ ദ ഡിഫൻസ് സെക്ടർ. ഹായ്, ഹൗഡി അനി, സുഖല്ലേ? Job and study at the same time, had a tiger by the tail. Great. You should step aside from torturing the culprits like these.
ലൈക്ക് ദീസ് അല്ല, ലൈക്ക് ദിസ്. ടോർച്ചറിങ്ങിനെ പറ്റിയല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെ, ഇതുപോലെ എന്ന് പറഞ്ഞാൽ മതി. ലൈക്ക് ദിസ്. കേട്ടോ ഷമ്മാസേ? ഓക്കെ, യാ. ഹി സേസ് സംതിങ് സ്ലിപ്പ് ഔട്ട്. അങ്ങനെയല്ല, ഇങ്ങനെ കൊടുക്കാം. സംതിങ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ മതി. ഫ്രം ഹിം. സംതിങ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട് ഫ്രം ഹിം എന്ന് പറഞ്ഞാൽ മതി. അതിര അങ്ങനെ കൊടുക്കാം. ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് will step aside soon. Yes. For a teacher, violent children is like having a tiger by the tail. Yes, of course. The employee requires to step aside from his job. കേട്ടോ? വെറും step aside his job അല്ല, step aside from his job. കേട്ടോ? Yes. ആത്മീയ. ഓക്കെ. Hi Anu, good morning. Welcome. അടുത്ത സെറ്റിലോട്ട് പോവാണ് പിള്ളേരെ. നെക്സ്റ്റ് സെറ്റ് പാരഡൈം ഷിഫ്റ്റ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെയുണ്ട്. ദാറ്റ് മീൻസ് ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ അപ്രോച്ചിലുള്ള ഒരു സാരമായ ഒരു മാറ്റം. ദാറ്റ് ഇസ് എന്താ പറയുക, പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയാം കേട്ടോ. പാരഡൈം ഷിഫ്റ്റ് മീൻസ് ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ അപ്രോച്ച്. മറക്കണ്ട കേട്ടോ. അടുത്ത് ബ്രേക്ക് ഇൻ ടു. നിങ്ങൾക്കറിയാം ബ്രേക്ക് ഇൻ പറയാം, ബ്രേക്ക് ഇൻ ടു പറയാം. സെയിം സാധനമാണ്, ഒരേ സാധനം. ഒന്നെങ്കിൽ ബ്രേക്ക് ഇൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ ടു. ബ്രേക്ക് ഇൻ ഓർ ബ്രേക്ക് ഇൻ ടു ഒരേ സാധനമാണ്. ബ്രേക്ക് ഇൻ അല്ലെങ്കിൽ ബ്രേക്ക് ഇൻ ടു. രണ്ട് അർത്ഥം എന്നാ? ബർഗ്ലറി പറയില്ല, ബർഗ്ലറി അതിൻ്റെ നൗൺ ആണ്. ബർഗ്ലറി കുത്തി തുറന്ന് എടുത്തോണ്ട് പോവുക. കള്ളന്മാർ കുത്തി തുറന്ന് എടുത്തോണ്ട് പോയില്ലേ? എൻ്റർ എ പ്ലേസ് വിതൗട്ട് പെർമിഷൻ അല്ലേ? പെർമിഷൻ ഒന്നും ഇല്ലാതെ ചുമ്മാ അങ്ങ് കുത്തി തുറന്ന് ഇറങ്ങുവാണ്. ഫോഴ്സ്ഫുള്ളി എൻ്റർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പറയും ബർഗിൾ എന്ന് പറയും. ബർഗിൾ ഇസ് ദി verb and burglary is the noun. കേട്ടോ? ബർഗ്ലറി ആണ് നൗണ്. BURGLARY, ബർഗ്ലറി നൗണ്. അല്ലെങ്കിൽ വേറെ ഒരിടത്തോട് ബ്രേക്ക് ഇൻ ചെയ്യാലോ, ബ്രേക്ക് ഇൻ ടു ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ചെയ്യുക. വെറുതെ അനാവശ്യമായിട്ടൊരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻട്രപ്റ്റ് ചെയ്യുക എന്ന് പറയും. ഒരാളുടെ കാര്യത്തിൽ ഇടപെടുക അല്ലേ? ചുമ്മാ കയറി അങ്ങോട്ട് ഇടപെടുന്നതിന് നമുക്ക് എന്ത് പറയാം? ബ്രേക്ക് ഇൻ ടു എന്ന് പറയാം കേട്ടോ. നൗണായിട്ട് ബർഗ്ലറി ആ ചെയ്യുന്ന കുത്തി തുറക്കൻ മോഷണത്തിനാണ് ബർഗ്ലറി പറയാം. ബർഗ്ലർ ഉണ്ട് കേട്ടോ, കുത്തി തുറക്കുന്ന ആളെ നമുക്ക് പറയാം കേട്ടോ. ഇല്ലീഗൽ എൻട്രി ആണ് ബർഗ്ലറി. എൻട്രി ചെയ്യുന്ന ആ കള്ളനെ നമുക്ക് എന്ന് വിളിക്കാം? ബർഗ്ലർ എന്ന് വിളിക്കാം. തീഫ് കട്ടുകൊണ്ട് പോകുന്ന ആളാണ്. ബർഗ്ലർ എന്ന് പറഞ്ഞാൽ കുത്തി തുറന്നുകൊണ്ട് എടുക്കുന്ന ആളാണ്. അപ്പോൾ കുത്തി തുറക്കുക ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം. അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ചായി ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട്, 1 മാസത്തോളമായി. സ്ട്രൈക്ക് എ കോഡ്. ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് സ്ട്രൈക്ക് എ കോഡ്. സ്ട്രൈക്ക് എ കോഡ് മീൻസ് സ്ട്രോങ്ലി ഇംപ്രസ് സംബഡി. ഒരാളെ നമ്മളങ്ങ് വീഴ്ത്തുവാണ്. സ്ട്രൈക്ക് എ കോഡ്. നമ്മൾ എന്താണ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത്, സിമ്പതി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരാളങ്ങ് വീഴ്ത്തുന്നതിന് നമുക്ക് പറയാം സ്ട്രൈക്ക് എ കോഡ്. ദാറ്റ് ഈസ് സ്ട്രൈക്ക് എ കോഡ്. ഓക്കെ. അടുത്ത് അറ്റൻഡ്. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ വേ അല്ലെ, ഓൺ ഫ്ലൈ, അങ്ങനെ കുറേ ഫ്രേസ് ഉണ്ട്, പഠിച്ചു വെച്ചോണം. ഇന്നലെ ഞാൻ IBPS RRBയുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ റീഡിംഗ് കോംപ്രിഹെൻഷൻ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ വരുന്ന ഫ്രേസൽ വേർബുകൾ നിങ്ങൾ കണ്ടു പിള്ളേരെ. ആ മീനിങ് തെറ്റിപ്പോയാൽ അണ്ടർലൈൻ ചെയ്ത് ചോദിക്കും. ഈ ഫ്രേസിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രേസ് ഏതാണെന്ന് ചോദിക്കും. അതുപോലെ ഫില്ലർ ചോദിക്കും, ഏത് ഫില്ലർ ഉപയോഗിക്കണം, ഏത് ഫ്രേസ് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഫ്രേസിനെ പറ്റി ഒരു ഐഡിയ വേണം. അങ്ങനെ ഒരു ഫ്രേസാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഓർത്തു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് ഇട്ടേക്കാം. അറ്റ് ഹാൻഡിന് 2 അർത്ഥമുണ്ട്. അറ്റ് ഹാൻഡിൻ്റെ ഒരർത്ഥം ഇമിനൻ്റ് ആണ്. എന്താ ഇമിനൻറ്റിൻ്റെ അർത്ഥം? ഒന്ന് അവൈലബിൾ ആണ്. അറ്റ് ഹാൻഡ്, ഹാൻഡി ആണ് അല്ലേ? ദ ഡോക്യുമെന്റ്സ് ആർ ഹാൻഡി. ഉണ്ട്, കയ്യിലുണ്ട് കേട്ടോ, സാധനം ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അവൈലബിൾ ആണ്, ആക്സസിബിൾ ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയാം? ഈ പറയുന്ന അറ്റ് ഹാൻഡ് എന്ന് പറയാം. അവൈലബിൾ അല്ലേ? ഈസിലി ആക്സസിബിൾ. അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഈസിലി ആക്സസിബിൾ, നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ആക്സസിബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആക്സസിബിൾ അല്ലെങ്കിൽ ഹാൻഡി. അഡ്വർബായിട്ട് നമ്മൾ പറയുമ്പോൾ ഹാൻഡി എന്ന് പറയും. എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. എന്നാൽ അറ്റ് ഹാൻഡിന് വേറൊരുത്തുണ്ട് ഇമിനൻറ്റ്. എന്താ ഇമിനൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഐ നീഡ് ഇറ്റ്. പറയൂ, എന്താ ഇമിനൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഇമിനൻറ്റ്. യെസ്, ക്ലോസ് ബൈ, ഇത് അടുത്ത്. അപ്രോച്ചിങ്, ക്ലോസ് ബൈ, ഇത് അടുത്തുണ്ട്. അതാണ് ഇമിനൻറ്റ്. അപ്രോച്ചിങ് അടുത്താണ് അല്ലേ? അടുത്ത്, അബൌട്ട് ടു ഹാപ്പൻ, നടക്കാൻ പോവാണ്. അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം കേട്ടോ. ഇതിനാണ് നിയർ, അപ്രോച്ചിങ്, ക്ലോസ് എന്നൊക്കെയാണ് ഈ പറഞ്ഞ അറ്റ് ഹാൻഡിന് അർത്ഥം. ഇമിനൻറ്റ്. അപ്പോൾ ഇമിനൻറ്റ് മറക്കരുത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇമിനൻറ്റ് ചോദിച്ചു തന്നെ കേട്ടോ. ഇമിനൻറ്റ് മറക്കരുത്. IMMANENT, ഇമിനൻറ്റ്. ഇതൊക്കെ ഒറ്റ വേർഡ്, ഒറ്റ ലെറ്റർ മാറിപ്പോയാൽ മീനിങ് മാറിപ്പോകുന്ന കാര്യങ്ങളാണ്. ഇമിനൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഇമിനൻറ്റ് എന്താ? ഇമിനൻറ്റ് പറയും. ഇമിനൻറ്റും കൂടെ പറഞ്ഞ് നിങ്ങൾ തന്നെ പറയും, ഞാൻ പറയില്ല. നിങ്ങളെ പഠിപ്പിച്ചതല്ല, അപ്പം നിങ്ങൾ പറയണം. ആൻഡ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇമിനൻറ്റ് അല്ലെങ്കിൽ അവൈലബിൾ എന്നാണ് ഓർത്ത് വെച്ചോളാം. ആൻഡ് അടുത്തത് ഹോൾഡ് സ്വേ. ഫ്രേസ് ആണ് ഹോൾഡ് സ്വേ. സ്വേ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ചാഞ്ചാട്ടം അല്ലേ? ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊരു നിലനിൽപ്പില്ല, സ്റ്റംബിൾ ചെയ്യുക, അതിനാണ് സ്വേ ചെയ്യാന്ന് പറയാം. ആട്ടം അല്ലെ, ഫ്ലിക്കറിങ്, അതാണ്. ബട്ട് ഹോൾഡ് സ്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവ് ഗ്രേറ്റ് പവർ ഓർ ഇൻഫ്ലുവൻസ്. നല്ല പവറും നല്ല ഇൻഫ്ലുവൻസും ഉണ്ടെങ്കിൽ യു സേ ഹോൾഡ് സ്വേ എന്ന് പറയും.
ഗ്രേറ്റ് പവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്. പവറിൻ്റെ അതേ മീനിങ് അല്ല ഇൻഫ്ലുവൻസ്. അപ്പം എന്ത് കണ്ടാലും ഓർത്തോണം, പവർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ഒരേ സാധനമാണ് എന്നുള്ള കാര്യം മറക്കണ്ട. ഹോൾഡ് സ്വേ മീൻസ് ഹാവ് ഗ്രേറ്റ് പവർ ഓർ ഇൻഫ്ലുവൻസ്. അതിനാണ് ഹോൾഡ് സ്വേ എന്ന് പറയുക. ഇനി ടെൽ മീ ഇമനൻ്റ് എന്താ പറഞ്ഞു? എത്ര പേര് പറഞ്ഞു നോക്കട്ടെ. ഇമനൻ്റ് പറ. എമിനൻ്റ് ഇതല്ല ആതിര, സ്പെല്ലിംഗ് മാറിപ്പോയി. എമിനൻ്റ് വേറെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാം എഴുതി വെക്കണമല്ലോ. ദാ എമിനൻ്റ് വേറെയാണ്. ദാ എമിനൻ്റ്, എമിനൻ്റ്, ദിസ് ഇസ് എമിനൻ്റ്. ഓക്കെ, ഇതാണ് എമിനൻ്റ്. വേറൊരു കാര്യം കൂടെ പറയാം, എമനേറ്റ്, അത് വേർബാ. ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഞാൻ എഴുതിയ എല്ലാം അഡ്ജക്റ്റീവാണ്. ഇത് പക്ഷേ എമനേറ്റ് വേർബാണ്. പറഞ്ഞു എന്താ മീനിങ് എന്നുള്ളത്? ചാടി ചാടി പറ എല്ലാവരും. ഇമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമനൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഓർക്കട്ടെ, ഇമനൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് ആണ്, ഇൻട്രിൻസിക് ആണ്, എക്സിസ്റ്റിംഗ് ആണ്, ഉള്ളത്, കൂടെ ഉള്ളത് അല്ലേ? ഇൻട്രിൻസിക് ആണ്, ഇനേറ്റ് ആണ് എന്നൊക്കെയാണ് ഇമനൻ്റിൻ്റെ അർത്ഥം. എമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എമിനൻ്റ് പേഴ്സൺ ആണ്. നമ്മൾ പറയില്ല എമിനൻ്റ് പേഴ്സണാലിറ്റി പറയില്ലേ, എമിനൻ്റ് ഗസ് ഒക്കെ പറയാം. അപ്പോഴേക്കും നിങ്ങളുടെ സെൻറ്റൻസ് ഞാൻ നോക്കട്ടെ, നിങ്ങൾ വേഗം പറഞ്ഞു. പറഞ്ഞു വേഗം പറ. എടാ ഹരി, നീ എന്നാ നീ ശ്രദ്ധിച്ചില്ലേ? സ്റ്റെപ്പ് അസൈഡ് അല്ല നമ്മൾ ഇട്ടത്, പുട്ട് അസൈഡ് ആണ്. സേവ് ചെയ്യുക, പുട്ട് അസൈഡ് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കുക. സ്റ്റെപ്പ് അസൈഡ് മീൻസ് നമ്മൾ ഇത് ചെയ്യുക, റിസൈൻ ചെയ്യുക, വിഡ്രോ ചെയ്യുക. പുട്ട് അസൈഡ് മീൻസ് സേവ് ചെയ്യുക അല്ലേ? അതാണ്. ലീവ് അസൈഡ് എന്താ? ലീവ് അസൈഡ്, ബ്രഷ് അസൈഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റിഗാർഡ് ചെയ്യുക. മീനിങ്ങിന്റെ വ്യത്യാസം ഓർത്ത് വെച്ചോണോ, എല്ലാം പല മീനിങ്ങാ കേട്ടോ. പുട്ട് അസൈഡ് സേവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, സേവ് ഫോർ ലേറ്റർ, നാളത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ പുട്ട് അസൈഡ്, സോറി. പിന്നെ നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് അസൈഡ്, വിഡ്രോ ചെയ്യുക, റിസൈൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു ലീവ് അസൈഡ്, ഡിസ്റിഗാർഡ് ചെയ്യുക, നമ്മളിതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, നോട്ടീസ് ഡിസ്റിഗാർഡ് ചെയ്യാണ് അതിനെ. അല്ലെങ്കിൽ ബ്രഷ് അസൈഡ്, സെയിം തിങ്. ബ്രഷ് അസൈഡ് ചെയ്ത് ഡിസ്റിഗാർഡ് ചെയ്യുക, ഡിസ്മിസ് ചെയ്യുക, സെയിം തിങ്. ഓർത്ത് വെച്ചോണം, എല്ലാം മാറിപ്പോവും. യെസ്. എമിനൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ നോൺ. ഇതെല്ലാം പഠിച്ചതാണ്, ഇത് നിങ്ങൾ തന്നെ പറയേണ്ടതാണ്, ഞാൻ പറയേണ്ടതല്ല അല്ലേ? ആണ്. പിന്നെ ഏതോ ഒരെണ്ണം കൂടി ഉള്ളത്, എമനേറ്റ്. എന്താ എമനേറ്റ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എമനേറ്റ്? പറഞ്ഞ് എമനേറ്റ്. ഇത് പറഞ്ഞിരിക്കണം, എമനേറ്റ് പറഞ്ഞിരിക്കണം. യെസ്. മോർണിംഗ് പറഞ്ഞല്ലോ, സ്റ്റെപ്പ് അസൈഡ് പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദി UPSC ആസ്പിറൻസ് സ്റ്റെപ്പ് അസൈഡ് ഫ്രം ദെയർ ജോബ് ഫോർ ഹാർഡ് പ്രിപ്പറേഷൻ. ഗ്രേറ്റ്. മോർണിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ടാണ് അബ്രാമേ. ഓക്കെ, സെറ്റ്. He stepped aside from job last year because she had a tiger by the wall. All right. The commission is expected to paradigm shift. Expected to paradigm shift പറയില്ല. Expected to എന്ന് പറഞ്ഞാൽ expected to എന്ന് പറയോ? ഇല്ല. Expected for a paradigm shift പറഞ്ഞു. നൗൺ ആണത്, ഇറ്റ്സ് നോട്ട് എ വേർബ്. ഇത് നൗൺ ആണേ. ഈ സമയം പാരഡൈം ഷിഫ്റ്റ് നൗണാ, ഇതൊരു അഡ്ജക്റ്റീവ്. മനസ്സിലായോ? ഫ്രേസ് ആണ്, പക്ഷേ ഇത് നൗൺ ആൻഡ് അഡ്ജക്റ്റീവ് ആണ്. ഫ്രേസിൽ വേർബ് അല്ല, അത് ഓർത്തോണം. ഫ്രേസ് ആണ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടഡ് ടു പാരഡൈം ഷിഫ്റ്റ്, എക്സ്പെക്ടഡ് ഫോർ പാരഡൈം ഷിഫ്റ്റ്. ഗവൺമെന്റ് മെയ്ഡ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ആർമി സെലക്ഷൻ പ്രോസസ് ത്രൂ അഗ്നിപത് സ്കീം. അതൊരു കൊള്ളാം. ന്യൂ യൂണിയൻ ലീഡർ പാരഡൈം ഷിഫ്റ്റ്സ് ടുവേർഡ്സ് എംപ്ലോയി. ഇല്ല, അങ്ങനെ പറയില്ല. ന്യൂ യൂണിയൻ ലീഡർ ഹാസ് എ പാരഡൈം ഷിഫ്റ്റ് ടുവേർഡ്സ് എംപ്ലോയി കൊടുക്കുക. ഹാസ് എ പാരഡൈം ഷിഫ്റ്റ് കേട്ടോ, അന്ന് കൊടുക്കണേ. അപ്പോഴേ കറക്റ്റ്. ഐ ഡോണ്ട് ലൈക്ക് സമ്മൺ ബർഗിൾ മീ വൈൽ ഐ എം ഡൂയിങ് സംതിങ് സീരിയസ്ലി. ഇല്ല. ഇൻട്രപ്റ്റ് ചെയ്യാന്നുള്ളതല്ല ബർഗിളിൻ്റെ അർത്ഥം. ബർഗിളിൻ്റെ അർത്ഥം എന്താ? കുത്തി തുറക്കുക എന്നാണ്. കുത്തി തുറക്കുക അല്ലല്ലോ, കുത്തി തുറക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അഭിനയം ഉദ്ദേശിച്ചത് ഇൻട്രപ്റ്റ് ചെയ്യാന്നല്ലേ. അപ്പോൾ യു ഹാവ് ടു യൂസ് ഇൻട്രപ്റ്റ് എന്ന വേർഡ് തന്നെ. അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഐ ഡോണ്ട് ലൈക്ക് സമ്മൺ ബ്രേക്ക് ഇൻ while I'm doing something. Interrupt ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ബ്രേക്കിംഗ് മീ ഇന്ന് പറഞ്ഞു, ബ്രേക്കിംഗ് മീ ഇന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. All right. After the iconic performance, he strike chords of the spectators. All right. Company failed. Strike a chord. Ravi, company failed to strike. To വേണം അവിടെ. ഇത് ഇന്നലെ ഇതേ സാധനം ഇന്നലെ ബാങ്കിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നതാ. ടു ഇൻഫിനിറ്റി ചേർക്കേണ്ട അടുത്ത് ടു ഇൻഫിനിറ്റി ചേർക്കാതെ വരിക. സോറി, ബാങ്കിന്റെ അല്ല, സോറി മിനിഞ്ഞാന്നത്തെ സെഷനിൽ SSCയുടെ MTS ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ദ കമ്പനി ഫെയിൽഡ് സ്ട്രൈക്ക് എ കോഡ്. തെറ്റ്. കമ്പനി ഫെയിൽഡ് ടു സ്ട്രൈക്ക് എ കോഡ്
with their customers, കേട്ടോ. The company failed to strike a chord with their customers. Okay, a good listener rarely break into the conversation. Yes, enemy. Great sentence, great. Emanate ഇപ്പോഴും പറഞ്ഞില്ല ആരും എമനേറ്റ് പറഞ്ഞില്ലല്ലോ. പിള്ളേരെ എമനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എമേർജ് ചെയ്യുക, അറൈസ് ചെയ്യുക, അല്ലെ, ഒറിജിനേറ്റ് ചെയ്യുക. അതാരും പറഞ്ഞില്ല, ഞാൻ എഴുതി. അവസാനം മാർക്ക് എനിക്കാണ്, ക്വിസ് മാസ്റ്ററിന്റെ മാർക്ക്. ഓക്കെ, അടുത്തത് അറ്റ് എ ക്രോസ് റോഡ്സ്. എന്താ അറ്റ് എ ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് അറ്റ് എ ക്രോസ് റോഡ്സ്? നോക്കിക്കേ, അറ്റ് എ പോയിന്റ് ഓഫ് ഡിസിഷൻ അല്ലെങ്കിൽ അറ്റ് എ ക്രിട്ടിക്കൽ ജങ്ക്ചർ. ഒരു അങ്ങനത്തെ ഒരു പോയിന്റിൽ, ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്ന് പറയില്ലേ, അറ്റ് എ ക്രിട്ടിക്കൽ ജങ്ക്ചർ എന്ന് പറയാം. ഒരു ക്രിട്ടിക്കൽ ജങ്ക്ചർ ആണ്, ക്രിട്ടിക്കൽ മൊമെന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് ജങ്ക്ചർ എന്നും പറയാം. അല്ലെങ്കിൽ അറ്റ് എ പോയിന്റ് ഓഫ് ഡിസിഷൻ എടുക്കേണ്ട സമയം ഇവിടെയാണ്. ദിസ് ഇസ് ദ മൊമെന്റ്. പറയൂ, എന്താ തീരുമാനം? യുവർ ഇൻ എ ഡിലമ എന്നൊരു അർത്ഥത്തിലാണ് അറ്റ് എ ക്രോസ് റോഡ്സ്. ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് അറ്റ് എ ക്രോസ് റോഡ്സ്. ശ്രദ്ധിച്ചോണം, ക്രോസ് റോഡ്സ് എന്ന വാക്ക് ഇത് ഞാൻ പലതവണയും നമ്മുടെ ഡെയിലി ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്. ക്രോസ് റോഡ്സിൻ്റെ കൂടെ ഞാൻ എ ഇട്ടു. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എയും ആനും നമ്മൾ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കില്ല? സിംഗുലറിൻ്റെ കൂടെ സിംഗിളിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. സിംഗുലറായ, അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്നാൽ പോലും ഞാൻ പറയാണ്, എയും ആനും, എ അല്ലെങ്കിൽ ആനും നമ്മൾ പറയുന്നത് വവൽസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, അല്ലേ, ആർട്ടിക്കിള്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിംഗുലറായ കൗണ്ടബിളായ നൗണിൻ്റെ കൂടെ SCN സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കാവുള്ളൂ. കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കാം. അൺകൗണ്ടബിളിൻ്റെ കൂടെ ഉപയോഗിക്കരുതെന്നും നൗണിൻ്റെ കൂടെ ഉപയോഗിക്കാവുള്ള ആർട്ടിക്കിൾ നൗൺ ആണ്. ഓഫ് കോഴ്സ് ഇത് ക്രോസ് റോഡ്സ് നൗണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പറഞ്ഞേ, ക്രോസ് റോഡ്സ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എത്ര പേര് പറയും നോക്കട്ടെ. യൂണിയൻ ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ NEP ഫ്രം 2030. Yes, that's great. Heroines of cinema have stricken a chord of heroes by using charity and social life. All right. Ma'am, aside കണ്ടപ്പോൾ കൺഫ്യൂസ് ആയി. aside ഒരുപാടുണ്ട് ഹരി. aside നമ്മുടെ സെന്റൻസുകളിൽ. A good listener strike a chord by his mastery in communication. Yes, he strike a chord with his parents കേട്ടോ. He strike a chord അല്ല, he strikes a chord. അതുപോലെ a good listener സ്ട്രൈക്സ് എ കോഡ് ആണ് കേട്ടോ. സ്ട്രൈക്കിന്റെ പാസ്റ്റ് ടെൻസ് സ്ട്രൈക്സ് ആണ്, പ്രസന്റ് ടെൻസ് സ്ട്രൈക്സ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വേർബ് കൊടുക്കാൻ നിമ്മി ആൻഡ് ഗീതു ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ സ്ട്രക്ക് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സ്ട്രക്ക് കേട്ടോ. പാസ്റ്റ് ടെൻസ് എന്താ? സ്ട്രക്ക്. സോറി, സ്ട്രൈക്ക് സ്ട്രക്ക്. V2 and V3 കേട്ടോ, രണ്ടും. സോറി, സ്ട്രൈക്കൺ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഒന്ന് നോക്കട്ടെ, സ്ട്രൈക്കൺ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ, ശരിയാക്കി തരാം. അപ്പോൾ അതാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത് നിങ്ങളോട്? ഇതെന്ത് നൗണാന്ന് പറയൂ? V1 നമ്മുടെ ക്രോസ് റോഡ്സ് എന്ത് നൗണാന്ന് പറ? സ്ട്രക്ക് തന്നെയാണ്. സ്ട്രൈക്ക് സ്ട്രക്ക്. യെസ്, ഓൾ റൈറ്റ്. യെസ്, the company took a paradigm shift towards union workers' needs. Great. NDA government set aside paradigm shift in presidential election. Top brass are usually of hold sway. ഓഫ് ഹോൾഡ് സേ പറയില്ല. ഹോൾഡ് വേർബ് അല്ലേ? ഹോൾഡ് വേർബാ. ഹോൾഡിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഹെൽഡ്. V2 and V3. അപ്പോൾ ഇത് വേർബാണ് കേട്ടോ. അവിടെ ഓഫ് കൊടുക്കരുത് ഷമാസെ, ഇനി കൊടുക്കണം. ടോപ്പ് ബ്രാസസ് ഹോൾഡ് സ്വേ, ഹോൾഡ് പവർ, ഹാവ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്. അത് തന്നെ. The paradigm shift from the police during the break-in at the town bank made the operation a successful one. Great. Government should take a paradigm shift towards education system. Huge corruption cases are always on the pending list due to the hold sway. Due to the holding sway. അവിടെ ഹോൾഡ് വേർബ് അല്ലേ, അതിനെ വേണമെങ്കിൽ ജെറണ്ടാക്കി മാറ്റിക്കോ. ഡ്യൂ ടു ദ ഹോൾഡിംഗ് സ്വേ ഓഫ് സം ടോപ്പ് ബ്രാസ് പീപ്പിൾ കേട്ടോ. കളക്ട് ഹോൾഡ് സ്വേ ഇൻ ഡിസ്ട്രിക്ട്. കളക്ട് ഹോൾഡ്സ് പ്രസന്റൻസ് കൊടുക്കണമെങ്കിൽ ഇതു പ്രസന്റൻസിൽ പ്ലൂറൽ ആണെങ്കിൽ എന്താ വേർബ് എന്ത് കൊടുക്കണം? പ്ലൂറൽ കൊടുക്കണം. ഇത് സിംഗുലറാ, കളക്ടറാണ്, സിംഗുലറാ. അപ്പോൾ എന്ത് കൊടുക്കണം? ഹോൾഡ്സ് സ്വേ. നോ മണി അറ്റ് ഹാൻഡ്, നോ മണി അവൈലബിൾ. ഓൾ റൈറ്റ്. After completing our studies, everyone reaches at a crossroads. Good morning, Nandana. Good morning. The accused said that they broke into museum to strike a chord of their friends. All right. Of their friends alla, strike a chord with their friend keto. With their friend kodukana shamase. Even in between the ocean of media criticism, he was able to hold his sway in common people. All right, great. Yes, great. Singular ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. തെറ്റി പിള്ളേരെ. സിംഗുലറുമാണ് പ്ലൂരലുമാണ്.
എല്ലാവരും ശ്രദ്ധിച്ചോണേ, ദിസ് ഈസ് യൂസ്ഡ് ആസ് എ സിംഗുലർ നൗൺ ആസ് വെൽ ആസ് എ പ്ലൂറൽ നൗൺ. കേട്ടോ, രണ്ടുപേരും എല്ലാവരും ഓർത്തോണം, സിംഗുലറുമാണ് ആൻഡ് പ്ലൂറൽ ആണ്. കേട്ടോ, സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഐഡന്റിക്കൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഉള്ള സംഭവമില്ലേ, അതാണ് ഇത്. സിംഗുലറുമാണ് പ്ലൂറലുമാണ്. അറ്റ് എ ക്രോസ് റോഡ് എന്ന് പറയാം, അറ്റ് മെനി ക്രോസ് റോഡ്സ് എന്ന് പറയാം. ദർ ആർ മെനി ക്രോസ് റോഡ്സ് ഇൻ ലൈഫ്. സെന്റൻസ് പറയാം, യു ഹാവ് ടു ഫേസ് പ്ലൂറലുമാണ് സിംഗുലറുമാണ്, ക്രോസ് റോഡ്സ് ഇൻ ലൈഫ്. കണ്ടോ, ഞാൻ എന്തുകൊണ്ടാണ് മെനി കൊടുത്തേക്കുന്നേ? മെനി കൊടുത്തേക്കുന്ന കണ്ടോ, എന്താ അറ്റ് എ ക്രോസ് റോഡും മെനി, അറ്റ് എ ക്രോസ് റോഡ്സും മെനി ക്രോസ് റോഡ്സും കണ്ടോ, ഇതാണ് കാര്യം. സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. കേട്ടോ, ഓർത്ത് വെച്ചോണം എല്ലാവരും. യെസ്, after every examination my parents say, look, you are now at a crossroads of your life. Yes, പണ്ട് മുതൽ നമ്മുടെ പേരൻസ് എല്ലാം പറയുന്ന കാര്യമല്ല, അയ്യോ ഇത് എക്സാമിന് ഭയങ്കര അതല്ലേ, കറക്റ്റാ. ബ്രേക്ക് ഇൻ ടു സമ്മൺസ് ലൈഫ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. ബ്രേക്ക് ഇൻ ടു അല്ല അനക, ബ്രേക്കിംഗ് ഇൻ ടു സമ്മൺസ് ലൈഫ്. കേട്ടോ, ബ്രേക്കിംഗ് ഇൻ ടു സമ്മൺസ് ലൈഫ്. അവിടെ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ജെറണ്ട്, വേർബ് ഉപയോഗിക്കാം. സബ്ജക്റ്റ് ആയിട്ട് ഒരിക്കലും വേർബ് ഉപയോഗിക്കില്ല. നൗണിനെ വേർബ് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, പ്രൊനൗണിനെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജെറണ്ട് ആയിരിക്കണം. വേർബിനെ നൗൺ ആയിട്ട് ഫോമുലേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കൊടുക്കാം. നൗ കോവിഡ് വാക്സിൻ ഇസ് അറ്റ് ഹാൻഡ് ഫോർ എവ്രി വൺ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഹിറ്റ്ലേഴ്സ് സ്പീച്ച് ഓൾവേസ് സ്ട്രക്ക് എ കോർഡ് among the Germans which gave him whole sway, which gave him whole sway അല്ല, which held sway over them, which held sway over them. കേട്ടോ, which had a great influence over them എന്ന് കൊടുക്കാം. യെസ്, കൗണ്ടബിൾ നൗൺ. SC എന്ന് പറഞ്ഞാൽ ആതിര സിംഗുലർ കൗണ്ടബിൾ നൗൺ. S എന്ന് പറഞ്ഞാൽ സിംഗുലർ, C ഫോർ കൗണ്ടബിൾ, N ഫോർ നൗൺ. കേട്ടോ, കമ്പനി ഫെയിൽ ടു സ്ട്രൈക്ക് എ കോഡ് വിത്ത് ദെയർ കസ്റ്റമേഴ്സ്. ഗുരുദാസേ, സിംഗുലറാണ് പ്ലൂറലുമാണ് ഓർമ്മയില്ലേ, നമ്മൾ പഠിച്ചതാ ഇതൊക്കെ. ഇംഗ്ലീഷ് പ്രോ അല്ലേ. ലക്ക് ഇസ് എസെൻഷ്യൽ ടു സെലക്ട് എൻ ഓപ്ഷൻ അറ്റ് ക്രോസ് റോഡ്സ്. യെസ്, ഇംഗ്ലീഷ് പ്രോയിൽ മാത്രമല്ല കേട്ടോ, ഞാൻ പഠിപ്പിക്കുന്ന ഏതൊരു ക്ലാസ്സിലും ഞാനിത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ക്ലാസ്സിലെ നോട്ട്സിൽ എപ്പോഴും കൊടുക്കുന്ന ഒരു സാധനമാണ്, എല്ലാ നോട്ട്സിലും ഉണ്ട്. The class is breaking into due to the poor network. Okay, her altruistic attitude can make a strike a chord alla, can strike a chord, make a vanda, can strike a chord in her colleagues alla, with her colleagues, in her colleagues alla keto, with her colleagues aane, allengi adu maaripo meaning maaripo ശ്രദ്ധിച്ചോണേ, with her colleagues. Okay, പിന്നെ SLC is the beginning of many crossroads in life. Yes, അത് നമ്മളോട് പേരൻസ് പറയാറുള്ള ഒരു കാര്യമായിരുന്നല്ലോ. യെസ്, പിന്നെ the kids struck the chord with her by showing love and support. Yes. Now India holds sway in world politics. Yes, there are many crossroads in students life അല്ലേ, ആ സ്റ്റുഡൻറ്റിൻ്റെ എസ് കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി കൊടുത്തേ. there are many crossroads in സ്റ്റുഡൻസിൻ്റെ, കുട്ടികളുടെ, സ്റ്റുഡൻസ് യൂണിയൻ. ഞാനിത് പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. വിനു ഓർമ്മയുണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു. പ്ലൂറൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്ലൂറൽ കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫിയുടെ. സ്റ്റുഡൻസ് യൂണിയൻ, ഡോക്ടേഴ്സ് യൂണിയൻ, വർക്കേഴ്സ് യൂണിയൻ, സ്റ്റുഡൻസ് യൂണിയൻ, സ്റ്റുഡൻസ് കൗൺസിൽ. കേട്ടിട്ടില്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. കേട്ടോ, അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ലൈഫ്. ഫസ്റ്റ് ലെസൺ ഫ്രം മാംസ് ക്ലാസ്സസ്. യെസ്, ഫസ്റ്റ് ലെസൺ ഫ്രം മൈ ക്ലാസ്. അത് തന്നെ സത്യം. അവിടെ മാമിൻ്റെ കഴിഞ്ഞിട്ട് എം കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൂടെ കൊടുക്കണം ശ്രീദേവി. ആഫ്റ്റർ മെട്രിക്കുലേഷൻ ദ സ്റ്റുഡൻസ് ആർ ഇൻ ക്രോസ് റോഡ്സ് ടു ചൂസ് ദ ബെസ്റ്റ് സ്ട്രീം. യെസ്, ഇറ്റ് ഈസ് ഈസി ടു കുക്ക് ഇഫ് എവറിഥിങ് ഈസ് കെപ്റ്റ് അറ്റ് ഹാൻഡ്. യെസ്. അല്ല, ഇന്ന് ചിപ്പിയെ കണ്ടില്ലല്ലോ. ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ച ആളാണല്ലോ, ചിപ്പിയെന്ന് കണ്ടില്ലല്ലോ. തുടക്കം മുതലേ ഞാൻ ശ്രദ്ധിക്കുക, ചിപ്പി ഇല്ല, ഇനി എനിക്ക് തോന്നാത്തതാണോ, ഇനി എനിക്ക് അബദ്ധം പറ്റുന്നതാണോ. ചിപ്പിയെന്ന് കണ്ടോ നിങ്ങൾ? എനിക്കിന്ന് ചിപ്പിയെ കണ്ടില്ല. നിങ്ങൾ ഇനി ചിപ്പിയെ കണ്ടോ പിള്ളേരെ? ഞാൻ കണ്ടില്ല കേട്ടോ. എനിവേസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് വിട്ടുപോയതാണ്. ഓക്കെ, മറന്നിട്ടില്ലെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. വെയിറ്റ്. ഓൾറൈറ്റ്, ഗ്രേറ്റ്. അപ്പോൾ പിള്ളേരെ, നമുക്ക് മൂവിങ് ഓൺ ടു നമ്മുടെ മറ്റു വേർഡ്സിലോട്ട് പോകാം. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ആൻഡ് ഇഫ് യു ഫീൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് ചെയ്ത് ഇത്രയും പേര് ലൈവിലുണ്ട്.
വി ഹാവ് 58 ലൈവ് വ്യൂവേഴ്സ് ഉണ്ട്, എന്നിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സോ ബാഡ്. 17 പേര്, ദാറ്റ് ഈസ് സോ റൂഡ് പിള്ളേരെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, യൂസ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. നമുക്ക് പോകാം. നമ്മുടെ 17% ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും മഹാപാക്കിനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ ടെസ്റ്റ് സീരീസിനും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ കോഡ് ഉപയോഗിച്ച് കൊടുക്കുക. ആപ്പ് വഴി പർച്ചേസ് ചെയ്യുക, ദാറ്റ് ഇസ് എ ബെറ്റർ വേ. കാരണം ആപ്പിൽ ഒരുപാട് യൂസസ് നിങ്ങൾക്കുണ്ട്. ആൻഡ് ഇനി വെബ്സൈറ്റ് വഴി കയറുന്നെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കോഡ് ഉപയോഗിക്കാം. അവിടെ വെബ്സൈറ്റ് വഴി കയറുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റേറ്റ് എക്സാംസ് എടുക്കണം, കേരള എക്സാംസ് എടുക്കണം, എന്നിട്ടേ നിങ്ങൾക്ക് മലയാളത്തിലുള്ള കോഴ്സുകൾ കിട്ടുള്ളൂ എന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ കോഡ് ഇതാണ് Y314, Y314 നമ്മുടെ കോഡ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ട് കിട്ടും. നമ്മുടെ യജ്ഞ 2.0 IBPS RBPയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 27-ാം തീയതി വരെ അപ്ലിക്കേഷൻ ഡേറ്റ് ഉള്ളൂ. വേഗം പോയി അപ്ലൈ ചെയ്തോളൂ, അപ്ലൈ ചെയ്യാത്തവർ കേട്ടോ. ആൻഡ് പ്രിലിമിനറി എക്സാംസിന് നിങ്ങൾക്ക് മാത്ത് ആൻഡ് റീസണിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്ത് ആൻഡ് റീസണിങ് മാത്രം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാണക്യ എന്ന് പറഞ്ഞ മാത്തിൻ്റെ റീസണിങ്ങിൻ്റെ മാത്രമുള്ള ബാച്ച് ഉണ്ട്. അതിന് 1400 രൂപയുള്ളൂ, നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ല, കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ കം ടു അസ്. നമ്മുടെ ഈ ഒരു ബാച്ച് ഇവിടെ ഉണ്ട്. അതിൽ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, മാത്ത് ഉണ്ട്, റീസണിങ് ഉണ്ട്, ജിയോ ഉണ്ട്. കംപ്ലീറ്റ് പാക്കേജ് ആണ്. അത് മൊത്തത്തിൽ നിങ്ങൾക്ക് 3400 രൂപയ്ക്ക് കിട്ടും. ആൻഡ് അതുപോലെ അതിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഇ ബുക്ക് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ IDBI ബാങ്കിൻ്റെ ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് 3400 രൂപയ്ക്ക് അവൈൽ ചെയ്യും കേട്ടോ. എന്നാൽ IBPSൻ്റെ ഒരു 200 സംതിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണെങ്കിൽ 12 ടെസ്റ്റ് 10 ടെസ്റ്റ് കണ്ട് നിങ്ങൾക്ക് ഉള്ളത്. പക്ഷേ ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് 100 കണക്കിന് ടെസ്റ്റുകൾ കിട്ടും. ആൻഡ് 2 ഇ ബുക്കുകളുണ്ട്. SBI ക്ലർക്കിൻ്റെ അക്യുറസി സ്പീഡ് വർക്കൗട്ട് ചെയ്യണേ, ടെസ്റ്റ് സീരീസ് വർക്കൗട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് വിത്തൗട്ട് എനി ഡൗട്ട് ഐ ടെൽ യു. അത് നിങ്ങളോട് ഉറപ്പായിട്ട് പറയണം. അപ്പോൾ 499 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ടെസ്റ്റ് സീരീസ് ഇവിടെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആൻഡ് യു ക്യാൻ പർച്ചേസ് ഇറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ആക്യുറസി സ്പീഡ് വർക്കൗട്ട് ചെയ്യണം. അത് എൻ്റെ ഒരു സജഷനാണ്. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് എ സജഷൻ ഫ്രം മീ. ലെറ്റ്സ് മൂവ് ടു ദ വേർഡ്സ് പിള്ളേരെ. സോ ദ ഫസ്റ്റ് വേർഡ്, ഇന്നത്തെ സിനോണിമിലെ വേർഡ് പിടിച്ചോളൂ, അൺറാവൽ. അൺറാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുരുളഴിക്കുക, അൺടാങ്കിൾ, അൺഡു അല്ലെങ്കിൽ സോൾവ്, ക്ലിയർ അപ്പ് എന്നൊക്കെയാണ് അൺട്രാവൽ. അൺട്രാവൽ ദ മിസ്റ്ററി കേട്ടിട്ടില്ലേ? ഈ മൂവീസിലൊക്കെ ടൈറ്റിൽ കേട്ടില്ലേ, അൺട്രാവലിംഗ് ദ മിസ്റ്ററി. സോ ദാറ്റ് ഈസ് അൺട്രാവൽ. അൺടാങ്കിൾ, അൺഡു അല്ലെങ്കിൽ സോൾവ് ചെയ്യുക, റിസോൾവ് ചെയ്യുക, ക്ലിയർ അപ്പ് ചെയ്യുക എന്നൊക്കെയാണ് അൺട്രാവൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്തത് കൗച്ച്. കൗച്ച് അറിയാലോ. ഡ്യൂറിങ് റെയിനി സീസൺ, ഡ്യൂറിങ് റെയിൻ ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ഇൻ ടു യുവർ കൗച്ച് ആൻഡ് ഹാവ് എ കോസി ലൈഫ്. കൗച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നൗൺ എന്താ? കൗച്ച് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ സോഫ എന്നാണ് കൗച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ കൗച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ദാറ്റ് മീൻസ് എക്സ്പ്രസ് ചെയ്യുക, ഫ്രേസ് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുക, ഫോർമുലേറ്റ് ചെയ്തെടുക്കുക, എക്സ്പ്രസ് ചെയ്യുക, ഇന്ന രീതിയിലോട്ട് എക്സ്പ്രസ് ചെയ്യുക, ഫ്രേസ് ചെയ്യുക. അതാണ് കൗച്ച് ചെയ്യുക എന്നർത്ഥം. രണ്ട് സാധനമാണ് ഓർത്തോണം. ഫ്രേസ് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക എന്നാണ് കൗച്ച് എന്ന വേർബ്. നമ്മൾ ആദ്യമായിട്ടാണ് വേർബ് പറയാം. മറ്റേ കൗച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. യെസ്, ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൗച്ച് പൊട്ടേറ്റോ അറിയാവോ? കേട്ട് പരിചയമുണ്ടോ? കൗച്ച് പൊട്ടേറ്റോ നമ്മുടെ ഒരു ഇഡിയമാണ്. കൗച്ച് പൊട്ടേറ്റോ വളരെ ലേസി പേഴ്സൺ. ഞാനൊരു തവണ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാണ്, ലേസി പേഴ്സൺ ആണ് കൗച്ച് പൊട്ടേറ്റോ. കൗച്ചിൽ ഇങ്ങനെ മടി പിടിച്ച് കിടന്നുറങ്ങും. ഐ ലൈക്ക് ടു ബി എ കൗച്ച് പൊട്ടേറ്റോ വെൻ ഇറ്റ് ഈസ് റെയിനിങ്. ലേസി പേഴ്സൺ, ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക, മഴയൊക്കെ ഉള്ളപ്പോൾ സുഖമായിട്ടിരിക്കുക. ലേസി പേഴ്സൺ, കൗച്ച് പൊട്ടേറ്റോ കേട്ടോ. അടുത്ത് റീഇറ്ററേറ്റ് പരിചയമുള്ളതാണ്. നമ്മുടെ റിപ്പീറ്റഡ് ആയ വാക്കാണ്. ദാറ്റ് മീൻസ് റിപ്പീറ്റ്, റീസ്റ്റേറ്റ്, റീക്യാപിറ്റുലേറ്റ്. വേർബാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ലെറ്റ് മീ സീ. ചിപ്പിയും പാർവതി വന്നു ഹരി. പാർവതി രാവിലെ തന്നെ മിസ്റ്റേക്ക് വരുത്തി. ഞാൻ പാർവതി വഴക്ക് പറഞ്ഞിട്ടിരിക്കുമല്ലേ. ഞാൻ വരാത്തപ്പോൾ എന്നെയും തിരക്കണേ. തിരക്കാ ശ്രീദേവി, ഞാൻ തിരക്കാം കേട്ടോ. സ്ഥിരമായിട്ട് വരുന്നവരാണ് മിസ് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് മിസ് ചെയ്യും. വി വോണ്ട് അഡ്മിറ്റ് എനി വൺ ഹു ഹാസ് സ്ട്രക്ക് എ കോഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ശ്രീദേവി പറഞ്ഞത് കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് ചെയ്യും ശ്രീദേവി, ഞാൻ മറക്കില്ല. കൊള്ളാം. ഹോൾഡ് സ്വേ ഒന്നുകൂടി പറയണമെന്നാണോ ഗുരുദാസേ? ഓക്കെ, ഹോൾഡ് സ്വേ എന്ന് പറയുമ്പോൾ ഹോൾഡ് വേർബും സ്വേ ഇവിടെ നൗണുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഹോൾഡ് സ്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവ് ഗ്രേറ്റ് പവർ, നല്ല പവർ ഹോൾഡ് ചെയ്യുക, നല്ലൊരു പവർ ഉള്ള ആളാണ് എങ്കിൽ പറയും ഹി ഹോൾഡ് സ്വേ. ഇയാൾ കൊള്ളാം. ഐ തിങ്ക് ഹി ഈസ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ദ ഇലക്ഷൻ. നമ്മളിപ്പോൾ പറയാണ്, ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മെർമു ഈസ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ദ ഇലക്ഷൻ, ഫോർ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഷീ ക്യാൻ ഹോൾഡ് സ്വേ അല്ലെങ്കിൽ ഷീ ഹോൾഡ് സ്വേ. അവർ ഹോൾഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഷീ ഹാസ് ദ പവർ, ഷീ ഹാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് എന്നർത്ഥം. ഗുഡാസിന് ക്ലിയർ ആയോ? ചിപ്പി ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ചിപ്പിയുടെ കാര്യം പറഞ്ഞു, വായിലായിട്ട് നാക്കിട്ടതേ ഉള്ളൂ, അപ്പോൾ ചിപ്പി എത്തി.
ഇപ്പം ഇന്നലെ രാത്രി നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ജിപ്പി എന്താ വരാത്തതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ജിപ്പി കിടന്ന് ഉറങ്ങി അല്ലേ? ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കും. അത് കൊള്ളാം. അഭിനയ ഞാൻ പറയാം കേട്ടോ, സെറ്റാക്കി തരാം. എല്ലാവരുടെയും പേര് ഞാൻ പറയും കേട്ടോ. ഓക്കെ, യെസ് യെസ്. കൗച്ച് പൊട്ടേറ്റോ ഇന്നലത്തെ ഗീവ് നന്നായിരുന്നു മാം. എൻ്റെ ഫ്രണ്ടിനൊക്കെ പറഞ്ഞു ഓഫർ കിട്ടിയെന്ന്. അതാണ്, കുറേ പേർക്ക് കിട്ടി, അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. വൈറ്റ് എലഫൻറ്റ് കൗച്ച് പൊട്ടേറ്റോ അല്ല, അല്ലല്ലല്ല. വൈറ്റ് എലഫൻറ്റ് വേറെ ഷമാസ. വൈറ്റ് എലഫൻറ്റ് മീൻസ് സംതിങ് സോ എക്സ്പെൻസീവ് ആൻഡ് വളരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു മാനേജ്. സംതിങ് സോ എക്സ്പെൻസീവ് ആൻഡ് റിയലി ഡിഫിക്കൽട്ട് ടു മാനേജ് ആണെങ്കിലാണ് അതിന് നിങ്ങൾ വൈറ്റ് എലഫൻറ്റ് എന്ന് വിളിക്കാം. വീട്ടിലൊരു സാധനമുണ്ട്, ഭയങ്കര എക്സ്പെൻസീവായിട്ട് മേടിച്ച് വെച്ച് പൈസയും കയ്യിൽ നിന്ന് പോയി, എന്നാൽ അത് മേടിച്ച് വെച്ചപ്പോൾ ഒരുപാട് പൈസ ആയി എന്നുള്ളതുമാണ്. ഇപ്പോൾ അത് മാനേജ് ചെയ്യാൻ അതിനേക്കാളും പൈസ പോവാണ്. ദാറ്റ് ഈസ് വൈറ്റ് എലഫൻറ്റ്. കൗച്ച് പൊട്ടേറ്റോ അതുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു 7 അയലോക്കത്ത് വരത്തില്ല ആ സാധനം കേട്ടോ, ഓർത്തുവെച്ചൂടെ. All right. Good teachers always hold sway among students. Yes, have a great influence amongst the students. Great, Rajeshwari. Great sentence. I'm a couch potato at the same time afraid about it. Oh, okay. All right. അത് നമുക്ക് നോക്കാം. ഉറങ്ങിപ്പോയി, എനിക്ക് തോന്നി ചിപ്പി ഉറങ്ങിപ്പോയതായിരിക്കുമെന്ന്. രാത്രി മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴേ ഓർത്തു രാവിലെ ചിപ്പി ലേറ്റ് ആവുന്നു. അടുത്ത് സ്റ്റെഡ് ഫാസ്റ്റ്. എന്താ സ്റ്റെഡ് ഫാസ്റ്റ്? അഡ്ജക്റ്റീവ് ആണ്. സ്റ്റെഡ് ഫാസ്റ്റ് മീൻസ് ലോയൽ, ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ കമ്മിറ്റഡ്. സ്റ്റെഡ് ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ലോയൽ ആയിട്ടുള്ള, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള, നമുക്കറിയാമല്ലോ അവസാനമാണ് നമ്മുടെ സംഭവം. എന്നാൽ ഫ്രെയ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഫ്രെയ്ഡ് ഇസ് ആൻ അഡ്ജക്റ്റീവ്. ഫ്രെയ്ഡ് മീൻസ് വറീഡ്, വറിയല്ല വെറീഡ്, അൻഷ്യസ്, അപ്സെറ്റ്, അനോയിഡ് എന്നൊക്കെയാണ് ഇന്ന് ഫ്രെയ്ഡ് എന്ന് പറയുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഫ്രെയ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓർത്ത് വെച്ചോളൂ. ഫ്രെയ്ഡ് മീൻസ് വറീഡ്, ആൻഷ്യസ്, അതുപോലെ തന്നെ അപ്സെറ്റ്, അനോയിഡ് എന്നാണ്. ഞാൻ നിങ്ങളോട് ഇന്നാൾ പറഞ്ഞു ഇൻ എ ഫ്രൈ എന്നോ എങ്ങാണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇൻ ഫ്രൈ എന്നെങ്ങാണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഓർക്കുക, ഫ്രൈ ചെയ്യുക, വേർബായിട്ട് ഫ്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മളൊരു ഡ്രസ്സ് ധരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു ഡ്രസ്സ് ധരിക്കുക എന്നുള്ള അർത്ഥമാണ് ഫ്രൈ എന്ന വേർബിൻ്റെ അർത്ഥം. ഇതുമായിട്ടൊരു ബന്ധമില്ല. ഡ്രസ്സ് ധരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ, അല്ലാതെ വേർബായിട്ട് ബന്ധവും ഇതിനൊന്നുമില്ല. വെയർ സംതിങ് ഓർ അൺട്രാവൽ സംതിങ് എന്നുള്ള അർത്ഥത്തിലേ വരുന്നുള്ളേ. പക്ഷേ നമുക്ക് ഒരു ഇൻ ഫ്രൈ എന്ന് പറഞ്ഞൊരു ഇൻ ദ ഫ്രൈ എന്നൊരു യൂസേജ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ഫ്രേസൽ വേർബ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ഇൻ എ ഫൈറ്റ് ഓർമ്മയുണ്ടേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മളിത് പഠിച്ചതാണ്, എനിക്കറിയത്തില്ല. ഇൻ ദ ഫ്രൈ ഫ്രേസ് ആണേ. ഫ്രൈ പഠിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഇൻ ദ ഫ്രൈ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇൻ ദ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇൻ എ ഫൈറ്റ്, ഇൻ എ ഡിസ്പ്യൂട്ട്, ഇൻ എ ഫൈറ്റ് എന്നൊക്കെ, ഇൻ എ ഫൈറ്റ് എന്നൊക്കെ. പിന്നെ എന്നാൽ ഫ്രൈ എന്ന് പറഞ്ഞാൽ വേർബായിട്ട് പറയുവാണെങ്കിൽ വെയർ ചെയ്യുക, ധരിക്കുക എന്നർത്ഥം കേട്ടോ, അത് ഓർത്തോണം. അല്ലാതെ ഇതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. വറീഡ് ആവുക, ബി വറീഡ്, ബി ആൻഷ്യസ് എന്നൊരർത്ഥവും ഫ്രൈ എന്ന വേർബിനില്ല. ഫ്രൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറീഡ് ആണ്, ആൻഷ്യസ് ആണ്, അപ്സെറ്റ് ആണ്, അനോയിഡ് ആണ് എന്നുള്ള അർത്ഥമാണ്. ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുമ്പോഴേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി പറഞ്ഞു തരുന്നത് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ആൻഡ് ലെറ്റ് മീ ഗോ ഇൻ ടു യുവർ സെൻറ്റൻസസ്. ഇനി സമയം കളയണ്ട. കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ സെൻറ്റൻസ് വേഗം ഇട്ടോളൂ കേട്ടോ. ഡൗട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിലുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ചെയ്യാം. White elephant expensive to manage. Yes, Pravi. This mystery should be untangled. Yes. The therapist unraveled my problems last year, which helped me live my couch potato life. Great. Mahapack purchase ചെയ്തവർക്ക് ഇന്നലെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. അയ്യോ, അതെനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കാര്യം എനിക്കറിയില്ല. കമ്പനിയുടെ അങ്ങനത്തെ പോളിസീസ് ഒന്നും എനിക്കറിയില്ല പിള്ളേർ. ബട്ട് ഇറ്റ് വാസ് ഗ്രേറ്റ് ഗിവ് അവേ. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. എൻ്റെ എന്താണ്, ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ അതിൽ സന്തോഷം. ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ യു ഷുഡ് അൺറാവൽ ദിസ് ലൂപ്പ്. യെസ്, മെനി സയൻറ്റിസ്റ്റ് അൺറാവൽഡ് യൂണിവേഴ്സസ് സീക്രറ്റ് ത്രൂ ദെയർ പോസ്റ്റുലേറ്റ്സ്. ഗ്രേറ്റ് സെൻറ്റൻസ് ഗുരുദേസ്. ഗുരുദാസ് ഗുഡ് സെൻറ്റൻസ് കേട്ടോ. വി ഓൾവേസ് റീട്രേറ്റ് ദ സെയിം മിസ്റ്റേക്ക് ഇൻ അവർ സെൻറ്റൻസ് ആൻഡ് മാം റെക്ടിഫൈസ് ഇറ്റ്. അതെനിക്കിഷ്ടപ്പെട്ടു. ഓൾ റൈറ്റ്. ഹി ഫ്രെയ്ഡ് അബൌട്ട് ഹിസ് മിസ്റ്റേക്സ്. ഹി ഫ്രെയ്ഡ് അബൌട്ട് പറ്റില്ലല്ലോ. അന്ന് നന്ദന അഡ്ജക്റ്റീവ് അല്ലേ, ഇത് വേർബ് അല്ലല്ലോ. അപ്പോൾ ഇത് കൊടുക്കണം ഹി ഈസ് ഫ്രെയ്ഡ് അബൌട്ട് ഹിസ് മിസ്റ്റേക്സ്. ഹി ഈസ് ഫ്രെയ്ഡ് കേട്ടോ. ഹി ഈസ് ഫ്രെയ്ഡ് അബൌട്ട് ഹിസ് മിസ്റ്റേക്സ്. അവിടെ ഇസ് കൊടുക്കുക. അഡ്ജക്റ്റീവ് ആണ് ഫ്രെയ്ഡ് ഇവിടെ കേട്ടോ. ഫ്രെയ്ഡ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ വേർബ് വേണം. ഹീസ് ഫ്രെയ്ഡ് കേട്ടോ. ഡിയർ സിന്ധിക് ഈസ് എ മൂവി വിച്ച് ഹെൽപ്സ് യു അൺട്രാവൽ a depressed mood. നല്ല പാട്ടല്ലേ, എനിക്ക് ഇഷ്ടം പാട്ട്. ലവ് യു സിന്ധികി അല്ലേ അത്. Yes, mentalists are the unravels Rubik's cube അല്ലല്ലോ, Rubik's cube അല്ലേ, Rubik's cube ആണ്. Less than 20 seconds. Mentalists are the unravels the Rubik's cube in less than 20 seconds. Less than 20 seconds അല്ല, unravels the Rubik's cube എന്നതിൽ Rubik's cube in less than 20 seconds കേട്ടോ.
Shinde ready to Hari Shinde is ready to couch his government with BJP for unraveling Shiv Sena's internal issue, afraid to put Uddhav Thackeray out. Yeah. And is afraid to, and is worried to. Sherlock Holmes is well known for unraveling the mysterious case. Yes. Do you know the meaning of the idiom of fray around the edges? All right, that's great. Nowadays, we know question nowadays I am steadfast to exam preparations. I can't help recapitulating your clarity of classness. Yeah. Okay. Positive sense positive sense I'm honored. He's very steadfast to his customers. Great. Loyal. The students should be steadfast to what they do, what they committed. That's great. That's great. Sentence correct. What they do, committed. Reiterate revision is reiterate revision alla, reiterating revision. Reiterating revision is a key of success. Get repeating revision. അല്ലെങ്കിൽ reiterated revision. Past tense കൊടുക്കുക adjective ആയിട്ട് reiterated revision. Reiterated ആയിട്ടുള്ള repeated ആയിട്ടുള്ള revision. Repeated revision എന്നല്ല പറയാം. അപ്പോൾ ED formulation വേണം. TED. The fact remains untangled in the movie. Great. Couching our opinions in front of public is a good policy, but nobody ready to do it അല്ല. Nobody is ready to do it. Nobody is. കേട്ടോ, അവിടെ is വേണം. റെഡിയുടെ കൂടെ നിങ്ങൾ നോക്കിയാൽ ready is not verb അല്ലേ. is ready കൊടുക്കുക കേട്ടോ. റീട്രേറ്റ് ഒരിക്കൽ കൂടെ റീട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക. റീസ്റ്റേറ്റ് ഒന്നുകൂടെ പറയുക. സ്റ്റേറ്റ് ചെയ്യുന്ന പറയുക, ഡിക്ലെയർ ചെയ്യുക. റീസ്റ്റേറ്റ് ചെയ്യുക, വീണ്ടും പറയുക. റീക്യാപിറ്റുലേറ്റ് ചെയ്യുക, വീണ്ടും ആവർത്തിക്കുക. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. Our mentor unravels a problem very easily. Great. The speaker used many couches to make audience active. ആ കൗച്ചസ് എന്താ? നൗൺ കൗച്ചിൻ്റെ അർത്ഥം എന്താ? സോഫ മേക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. നോ അവിടെ തെറ്റായി. സ്പീക്കർ കൗച്ചസ് ടു ഇങ്ങനെ കൊടുക്കാം. സ്പീക്കർ കൗച്ചസ് എക്സ്പ്രസസ് മെനി എക്സാമ്പിൾസ് എന്തായാലും ചെയ്തു എന്ന് കൊടുത്തു. എന്താ കൗച്ച് ചെയ്തേ? ഒരുപാട് എക്സാമ്പിൾസ് മേക്ക് ചെയ്തു, ഫ്രേസ് ചെയ്തു, ഫോർമുലേറ്റ് എന്താണ് കൗച്ചസ് മെനി സ്റ്റോറീസ് എന്ന് കൊടുത്തു, മെനി ടെയിൽസ് എന്ന് കൊടുത്തു. എന്നാലേ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ദ സ്പീക്കർ കൗച്ചസ് മെനി സ്റ്റോറീസ് ടു മേക്ക് ഓഡിയൻസ് ആക്റ്റീവ് കേട്ടോ കൊടുക്കാം. നെവർ ഫ്രേ അബൌട്ട് യുവർ പാസ്റ്റ്. Never fray about. Never be afraid about. Be afraid. Be worried. Be kodam. We kodukka ട്ടോ അവിടെ. Never be worried about your past. Sometimes adjective അതുകൊണ്ടാണ്. Sometimes we can't couch our feelings to anybody and that is a frayed situation. All right. Being steadfast in studies is of utmost importance. Yes. She kept on reiterating the past which frayed him. ആ ഫ്രൈഡ് അർത്ഥം വേറാണ് ധരിക്കാന്നാണ്. ഈ worried ആണെങ്കിൽ adjective formulation ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് ആണ്. അത് ഓർത്തോണേ. വറീഡ്, ആൻഷ്യസ്, അപ്സെറ്റ്, അനോയ്ഡ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് അനു ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് വേർബ് ആയിട്ടാണ്. വിച്ച് ഫ്രൈഡ് ഹിം അല്ല, അത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണം. റാദർ റീട്രേറ്റിംഗ് മിസ്റ്റേക്സ് പീപ്പിൾ ഷുഡ് അൺറാവൽ ഇറ്റ്. യെസ്. ഹീസ് പെഡന്റിക് ആൻഡ് ഫ്രൈഡ് അബൌട്ട് ദ അൺറാവലിംഗ് മിസ്റ്ററി അബൌട്ട് ഹർ. ഓക്കെ. ഹീസ് ഫ്രൈഡ്. അത് കൊള്ളാം. റിന്റു മാം ഇസ് സ്റ്റെഡ്ഫാസ്റ്റ് ടു വാട്ട് ഷീ ഡസ്. Yes, I am. Thank you so much for noticing. Unity in diversity has played a big role in keeping India steadfast. Yes, India should be afraid about ongoing inflation patterns. Great. Deja is reiterating of something. Yes. Reiterating in ഇതറിയാലോ, റീട്രേഷൻ നൗണും ഉണ്ട്. അത് ഓർത്തോണേ. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഇതിപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നതല്ല കേട്ടോ. റീട്രേഷൻ ആണ് നൗൺ. റീട്രേഷൻ. ഓക്കെ. യെസ്. Unraveling the story of Sukumarakurupu is still in mystery. ഇതുവരെ അത് തുറന്നിട്ടില്ല. എന്ത് പറ്റി അങ്ങേർക്ക് അല്ലേ? വാട്ട് ഹാപ്പൻ ടു സുകുമാരക്കുറുപ്പ് അല്ലേ? നെക്സ്റ്റ് വൺ സൂത്. അറിയാലോ, സൂതിങ്. ദ മ്യൂസിക് വാസ് സൂതിങ്. അടിപൊളിയായിരുന്നു അല്ലേ? ഭയങ്കര പാസിഫൈ, ഭയങ്കര കാമിങ് ആയിരുന്നു, സൂതിങ് ആയിരുന്നു അല്ലേ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ സൂത് മീൻസ് വേർബാണ് കാം ചെയ്യുക, സമാധാനപ്പെടുത്തുക അല്ലേ? വളരെ നമ്മൾ ഈസി ആക്കുക. ഓർ പാസിഫൈ, സമാധാനപ്പെടുത്തുക അല്ലേ? കാം ചെയ്യുക. അല്ലെങ്കിൽ അലീവിയേറ്റ് ചെയ്യുക. ഒരു കാര്യത്തിൻ്റെ വേദനയൊക്കെ കുറയ്ക്കുക പറയില്ലേ? കുറയ്ക്കുക, അതിനെ അലീവിയേറ്റ് ചെയ്യുക. ഒരു സമാധാനത്തിൽ എത്തിക്കുക. ദാറ്റ് ഈസ് അലീവിയേറ്റ്. കുറയ്ക്കുക, ഈസി ചെയ്യുക. ദാറ്റ് ഈസ് സൂത് കേട്ടോ. സൂത് ദ പെയിൻ, അലീവിയേറ്റ് ദ പെയിൻ. വേദന കുറയ്ക്കുക എന്നൊക്കെ പറയും. അടുത്ത മെക്കനൈസേഷൻ അല്ലേ? ശ്രദ്ധിച്ചോ, മെക്കനേഷൻ. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഇൻ എഡിറ്റോറിയൽ സെഷൻ. മെക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻസിൻ്റെ യൂസിനാണ് മെക്കനൈസേഷൻ എന്ന് പറയുക. മാറിപ്പോരുതേ.
മെക്കനൈസേഷൻ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. യൂസ് ഓഫ് മെഷീൻസ്, മെക്കനൈസേഷൻ. പണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് എല്ലാത്തിനും മെഷീൻസ് ഉപയോഗിക്കുന്ന ഒരു യൂസ് ഓഫ് മെഷീൻസ്, അതാണ് മെക്കനൈസേഷൻ. അത് വേറെ കേട്ടോ. പക്ഷേ ഇത് മെക്കിനേഷൻ ആണ്, മെക്കനൈസേഷൻ അല്ല മെക്കിനേഷൻ. സ്പെല്ലിംഗ് മാറിപ്പോയതോ തെറ്റിപ്പോയതോ ഒന്നുമല്ല. മെക്കിനേഷൻ മീൻസ് നൗൺ ആണ്. ദാറ്റ് ഈസ് സ്കീം അല്ലെങ്കിൽ പ്ലോട്ട്, ഇൻട്രീഗ്, കോൺസ്പിറസി. നമ്മളൊരു എന്താ പറയുക, സ്കീം പ്ലോട്ട് ചെയ്യുക, പ്ലോട്ട് അല്ലെങ്കിൽ സ്കീം, കോൺസ്പിറസി, അതിന് നമ്മൾ എന്ത് പറയും? മെക്കനൈസേഷൻ, സോറി മെക്കിനേഷൻ. ഓ മൈ ബാഡ്, മെക്കിനേഷൻ കേട്ടോ. അടുത്ത ഓപ്പർച്യൂൺ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും ഇറ്റ്സ് ടൈം ടു, ഇറ്റ്സ് അബൌട്ട് ടൈം, ഇറ്റ്സ് ഹൈ ടൈം, ഇറ്റ്സ് ഓപ്പർച്യൂൺ ടൈം. അപ്പോൾ ഇവിടെ ഓപ്പർച്യൂൺ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഓസ്പീഷ്യസ്, കറക്റ്റ് സമയം. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. പ്രൊപ്പിറ്റീഷ്യസ്, ഫേവറബിൾ. ഓക്കെ, അതായത് ഇതാണ് അപ്രോപ്രിയേറ്റ് ടൈം, അപ്രോപ്രിയേറ്റ് കേട്ടോ. ഓപ്പർച്യൂൺ എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ്, സമയം, കറക്റ്റ് സമയം കേട്ടോ. അപ്രോപ്രിയേറ്റ്, ആപ്റ്റ്, പ്രൊപ്പിറ്റീഷ്യസ്, പ്രൊപ്പിറ്റീഷ്യസ് അല്ല, പ്രൊപ്പീഷ്യസ്, ഫേവറബിൾ, ഓസ്പീഷ്യസ് എന്നൊക്കെയാണ് ഓപ്പർച്യൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയമാണ്, ഇത് കറക്റ്റ് സമയമാണ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത നോക്കിയേ, അബറ്റ്. അബറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബാണ്. അബറ്റ് ചെയ്യുക മീൻസ് എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അബറ്റ്. ആൻഡ് അടുത്ത സെവർ. ഞാൻ സെവർ പറയുമ്പോൾ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ എപ്പോഴും കൺഫ്യൂസിങ് വേർബ്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, സെവറും സിവിയറും സൂവറും തമ്മിൽ മാറിപ്പോരുത്. സെവർ മീൻസ് കട്ട് ചെയ്യുക, കട്ട് ഓഫ്, സ്പ്ലിറ്റ്, ഡിവൈഡ്, സെപ്പറേറ്റ് എന്നാണ്. സെവർ ദ കണക്ഷൻ, സെവർ ദി അലൈസ്, സെവർ ദി റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയാം. ബന്ധം വിച്ഛേദിക്കുക, ദാറ്റ് ഈസ് വാട്ട് സെവർ. ഓ മലയാളം കിട്ടി, വിച്ഛേദിക്കുക, ഓർത്തു വെച്ചു. യെസ്. Dogs are always steadfast to their masters. Yes, they are. We steadfast അല്ല. Steadfast എന്ന് പറഞ്ഞാൽ ലോയൽ അല്ല. We are steadfast to Adda247. We are loyal to Adda247 എന്ന് കൊടുക്കാം കേട്ടോ. A man who sits in a wheelchair all over his life, in which the man is steadfast, steadfast to his retreated couches, to make found in unraveling. To make found അല്ല, foundation in unraveling matters, to the whole universe. That is Stephen Hawking. നീ ഉദ്ദേശിച്ച സാധനം ഇതാണ്. Man who sits in the wheelchair all over his life, in which man is steadfast to his retreated couch. എക്സ്പ്രഷൻസ് ആണോ, ഫോർമുലേഷൻസ് ആണോ, പോസ്റ്റുലേറ്റ്സ് ആണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ ആ കൗച്ചസ് നീ ഉപയോഗിച്ചിരിക്കുന്നത് വേർബായിട്ടാണ്. എങ്കിൽ നൗൺ ആയിട്ടാണെങ്കിൽ ആ കൗച്ചസ് അല്ല, അവിടെ കൗച്ചസ് നീ ഉപയോഗിക്കണം, പോസ്റ്റുലേറ്റ്സ് തന്നെ കൊടുക്കാം. ടു മേക്ക് ഫൗണ്ടേഷൻ ഇൻ അൺട്രാവലിംഗ് മാറ്റേഴ്സ് ടു ദ ഹോൾ യൂണിവേഴ്സ്. ദാറ്റ് ഇസ് എന്നും കൊടുക്കണ്ട, സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. സ്റ്റുഡൻസ് ആർ പെർപ്ലെക്സ്ഡ് ബൈ ദ പാരഗ്രാഫ്, സോ ദ ടീച്ചർ റീട്രേറ്റഡ് ദ സെയിം. യെസ്. ഫ്രൈഡ് അബൌട്ട് ഫ്യൂച്ചർ ഓൾവേസ് troubles us. We cannot enjoy our life. Okay. Afraid about future always troubles us, and we cannot enjoy our life. Okay, that's great. The annoyed character of siblings are just amazing. Sometimes I reiterate your sentence, ma'am. Show me some love and support. അത് കൊള്ളാം. That's great. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Thank you. It is indeed hard to soothe a crying baby. ആണ്. അയ്യോ, കരയുന്ന കൊച്ചിനെ ഭയങ്കര സങ്കടമാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരയുന്ന കൊച്ചുങ്ങളുടെ അടുത്ത് ഞാൻ പോകാറില്ല. ഐ ആം സോ ഡിസ്റ്റർബ്ഡ്. കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിൽ നിൽക്കാറില്ല. അവിടെ നിന്ന് ഞാൻ സ്കൂട്ട് ആവാറാണ് പോയത്. ഹി ടോൾഡ് ഹർ ഫ്രണ്ട് ടു സീ ദിസ് ആസ് ആൻ ഓപ്പർച്യൂൺ ഇൻസ്റ്റന്റ്. ഓപ്പർച്യൂൺ ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂൺ അല്ലേ? ഓപ്പർച്യൂൺ എന്ന് പറയുമ്പോൾ അതെന്ത് വേണം? അത് അഡ്ജക്റ്റീവാണ്. ആൻ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, എയോ ആനോ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ഉപയോഗിക്കണം. നൗൺ ഇസ് മിസ്സിംഗ്. അപ്പോൾ എന്ത് കൊടുക്കണം? അനു, ഹി ടോൾഡ് ഹിസ് ഫ്രണ്ട് ടു സീ ദിസ് ആസ് എൻ ഓപ്പർച്യൂൺ ടൈം ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ലൈക്ക് ഷീ ഓൾവേസ് ഡു എന്ന് കൊടുക്കാം. ലൈക്ക് ഷീ ഓൾവേസ് ഡു അല്ല, ലൈക്ക് ഷീ ഓൾവേസ് ഡസ്. ഷീ അല്ലേ? ലൈക്ക് ഷീ ഇറ്റിൻ്റെ കൂടെ ഡസ് കൊടുക്കണമല്ലോ. ലൈക്ക് ഷീ ഓൾവേസ് ഡസ്. പിന്നെ ഓപ്പർച്യൂൺ ടൈം കൊടുക്കാതെ വേണമെങ്കിൽ അതിനെ ഓപ്പർച്യൂണിറ്റി എന്ന് വേണം കൊടുക്കാം കേട്ടോ. ടു സീ ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂൺ ടൈം, ഒന്നെങ്കിൽ ഓപ്പർച്യൂൺ അഡ്ജക്റ്റീവായിട്ട് കൊടുത്തിട്ട് ടൈം എന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് കൊടുക്കാം, അവസരം എന്ന് കൊടുക്കാം കേട്ടോ. ഇറ്റ് ഈസ് ഓപ്പർച്യൂൺ ടു ഗെറ്റ്. ഇല്ല, ഇറ്റ് ഈസ് ഓപ്പർച്യൂൺ വാട്ട്? ഇറ്റ് ഈസ് ഓപ്പർച്യൂൺ, ഇറ്റ് ഈസ് ഫേവറബിൾ ടു ഗെറ്റ്. അങ്ങനെ ഇറ്റ് ഈസ് ഫേവറബിൾ ടു ഗെറ്റ്. ഓൾ റൈറ്റ്. സെറ്റാ. അനു കറക്റ്റാണ്. സോറി, അനു ജോജിയോടാണ്. It is opportune to get your goal and pursue it. Yes. Savar Khan. Okay.
റജിൻ നീ കൊള്ളാം. ഇടയ്ക്ക് വരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടങ്ങ് പോകും അല്ലേ. ഇറ്റ്സ് എ ഹെർക്കുലൻ ടാസ്ക് ടു സൂത്ത് ആൻ ആംഗ്രി പേഴ്സൺ. അതും കറക്റ്റാണ്. Adda247 soothe the dreams of many. All right, that's great. Yes, music therapy can soothe our illness. Yes, the father's lullaby soothed the baby from fussing. All right, postlates ആണ് മീൻ ചെയ്തത് എനിക്ക് തോന്നി. അതാണ് postlates എങ്കിൽ postlates എന്ന് കൊടുക്കാം. അവിടെ കൗച്ച് ആസ് എ verb ആണ് എക്സ്പ്രസ് ചെയ്യുക, ഫ്രേസ് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാം കേട്ടോ. അതാണ് ഞാൻ കൗച്ചിനെ എടുത്ത് പറഞ്ഞത്. കിഡ്സ് ഇൻ മാരേജ് ലൈഫ് didn't allow to sever the relationship even after divorce. പോസിറ്റീവ് സെൻസിലാണോ നെഗറ്റീവ് സെൻസിലാണോ ശ്രീദേവി പറഞ്ഞ്? എന്താണേലും സംഭവം കൊള്ളാം, ഞാൻ പറഞ്ഞത് ഓർത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡിഡിൻറ്റ് എന്ന് കൊടുക്കണ്ട, പാസ്റ്റ് ടെൻസ് കൊടുക്കണ്ടല്ലോ. അത് റെഗുലർ ആയിട്ടൊരു നോർമൽ കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, കിഡ്സ് ഇൻ മാരേജ് ലൈഫ് ഡോണ്ട് അലൗ, കിഡ്സ് ഇൻ മാരേജ് ലൈഫ് ഡോണ്ട് അലൗ ടു സെവർ ദ റിലേഷൻഷിപ്പ് ഈവൻ ആഫ്റ്റർ ഡിവോഴ്സ് കൊടുക്കാം. പീപ്പിൾ ഷുഡ് ഡിവൈസ് സോഷ്യൽ ഓഡിറ്റിംഗ് ഓൺ സെവറിംഗ് മെക്കിനേഷൻസ് വിച്ച് പുട്ട് ഫോർവേഡ് ബൈ leaders and their cadre in election time. All right, great. Supreme Court assistant application date കഴിഞ്ഞു മാം? ഇല്ല രാഹുലെ, സുപ്രീം കോർട്ട് അസിസ്റ്റന്റിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ജൂലൈ 10 വരെ ഉണ്ട്. അപ്ലൈ ചെയ്തോ, നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പോയി അപ്ലൈ ചെയ്തോ, സമയം കളയണ്ട കേട്ടോ. റിസർച്ചേഴ്സ് ഹാവ് ഡോക്യുമെന്റഡ് ദാറ്റ് ലിസണിംഗ് ടു മ്യൂസിക് soothes anxiety, reduce pain, etc. If you want happiness, sever from toxic relationship. That's great. അല്ലേ, സെവർ ഫ്രം എന്ന് പറയില്ല, കട്ട് ഫ്രം പറയില്ല. ഒരു കാര്യം കൂടി ഉണ്ട് നിമി, സെവർ ഫ്രം അല്ല, സെവർ ടോക്സിക് റിലേഷൻഷിപ്പ്. ടോക്സിക് റിലേഷൻഷിപ്പിനെ കട്ട് ചെയ്യേ എന്ന് പറ കേട്ടോ. സെവർ യുവർ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ദ ടീച്ചർ ഷുഡ് അബെറ്റ് ദ ടാലന്റ് ഓഫ് ചിൽഡ്രൻ. യെസ്, മെക്കനൈസേഷനും നൗണാണ്. ആണ് TION വാക്കുകളെല്ലാം നൗണാണ് കേട്ടോ. മെക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് മെഷീൻസ്, യൂസിങ് മെഷീൻ, മെഷീൻ്റെ ഉപയോഗം ഉണ്ടല്ലോ, അതിപ്രസരം, അതിനാണ് മെക്കനൈസേഷൻ. TION വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോ, അതെല്ലാം എന്തായിരിക്കും? പോപ്പുലേഷൻ, എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലേ, മെക്കനൈസേഷൻ, പൊല്യൂഷൻ ഒക്കെ എന്താ? TION വാക്കുകളെല്ലാം ശ്രദ്ധിച്ചു, അതെല്ലാം എന്താണ്? നൗണാണ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. The accused and the victim are waiting for the opportune decision. Right. The government introduced machination for the development of the nation. Scheme. Okay, all right. Miss, I'm driving. നേരത്തെ സിഗ്നൽ ആണ്, അപ്പോൾ ഇട്ടത്. ഇപ്പോൾ ഇതിടാൻ വേണ്ടി നിർത്തി. ഐ എം ഹിയറിംഗ് സിൻസ് 8:45. ആണോ? ഓക്കെ, ഐ എം സോ സോറിടാ, എന്നോട് ക്ഷമിക്കടാ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നീ കാണാൻ. ഐ എം സോ സോറി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ റൈറ്റ്, വാച്ചിങ് കോമഡി ഷോ സൂതേഴ്സ് ആർ strains. Yes, nowadays strains വല്ല strain, stress strain, strains അല്ല strain, അത് strain വേറെ കേട്ടോ. Nowadays government had implemented so many machinations for our welfare. Yes, Rintu Miss is abetting her students to learn English. Yes, encouraging. I am. We have already opportune time in soothing English language. Yes, after +2 exams I decide to sever my relation with science subjects. അവിടെ മുതൽ ഞാൻ നിർത്തിയെന്നല്ലേ? അത് കൊള്ളാം ആത്മീയ, കൊള്ളാം. റജിൻ വേറെ ലെവലല്ലേ, നമ്മൾ തിരിച്ചറിയാതെ പോയല്ലോ അവൻ്റെ ഇതെന്ന്. എനിക്ക് സങ്കടം വന്നു അല്ലേ. മൂവ് ചെയ്യാം. അടുത്ത വേർഡ്സ് നോക്കി. ഓവർലുക്ക് ഇന്നലെയും പഠിച്ചിരുന്നു. ഓവർലുക്ക് ഇന്നും പഠിക്കാൻ പോകണം. ഓവർലുക്ക് മീൻസ് ഫെയിൽ ടു നോട്ടീസ് അല്ലെങ്കിൽ മിസ് ചെയ്യാം. നമ്മളതിനെ അയ്യോ ഇത് മിസ്സായി പോയല്ലോ, ലീവ് ചെയ്യുക, അതിനെയാണ് ഓവർലുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓവർലുക്ക് ചെയ്ത് കളയല്ലേ, വെറുതെ ഡോണ്ട് ഓവർലുക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ മിസ് ചെയ്യരുത് കേട്ടോ, അത് ഫെയിൽ ചെയ്യരുത്, അത് നോട്ടീസ് ചെയ്യാൻ ഫെയിൽ ചെയ്ത് വിട്ട് കളയരുത്. അടുത്ത ഇറോഷൻ. ഇറോഡിൻ്റെ നൗൺ എന്നാ? ഇറോഷൻ. സോയിൽ ഇറോഷൻ അറിയാലോ, നാശം അല്ലേ. ഡിസ്ട്രോയ്, ഇറോഷൻ ഡിസ്ട്രക്ഷൻ, ഇറോഡ് ഡിസ്ട്രോയ്, അബ്രൈഡ് ഡിക്കേ. പ്രൈമസി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി, പ്രിഫറൻസ്, പ്രീ എമിനൻസ് അല്ലെങ്കിൽ പ്രസിഡൻസ് എന്നൊക്കെ പറയാൻ പറ്റും. പ്രസിഡൻസ്, ഇതാണ് പ്രസിഡൻസ്, മുൻഗണന, ദാറ്റ് ഈസ് പ്രസിഡൻസ്. പ്രിഫറൻസ്, പ്രസിഡൻസ്, പ്രയോറിറ്റി, പ്രീ എമിനൻസ്, അതാണ് പ്രൈമസി കേട്ടോ. അടുത്ത സ്നോബോൾ. ഞാൻ ഒരു തവണ നിങ്ങളോട് പറഞ്ഞിട്ട് സ്നോബോൾ എന്ന് ലിറ്ററലി സ്നോബോൾ ഇല്ല, സ്നോ വെച്ചിട്ട് ബോൾ ഉണ്ടാക്കുക, അതാണ് നൗണ്. അതല്ല സ്നോബോൾ എന്ന് വേർബ് കേട്ടോ. സ്നോബോൾ ചെയ്യാന്ന് പറഞ്ഞാൽ സംതിങ് സ്നോബോൾഡ് എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻക്രീസ്ഡ്, ഒരു കാര്യത്തിന്റെ ഇന്റൻസിറ്റി എമൗണ്ട് ഒക്കെ ഇൻക്രീസ്, ഇമ്പോർട്ടൻസ് പ്രസക്തി ഇൻക്രീസ് ചെയ്യുക, അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? സ്നോബോൾ ചെയ്യാന്ന് പറയും. ഇന്റൻസിഫൈ ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെയാണ് സ്നോബോളിന്റെ വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ. കൂടി പെരുത്ത്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പെരുത്ത് വരിക എന്ന് പറയില്ല. അതായത് ഒരു സാധനം, ചെറിയൊരു സാധനം ഇങ്ങനെ ബോളായിട്ട് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്നാൽ അത് വലിയ പെരുകാണ്. ദാറ്റ് ഈസ് വാട്ട്? പെരുക. ദാറ്റ് ഈസ് ഇൻക്രീസ്, ഇന്റൻസിഫൈ, ആക്സിലറേഷൻ എന്നർത്ഥം. ആക്സിലറേറ്റ് എന്നർത്ഥം വേർബ്. അടുത്ത റിസെന്റ്മെന്റ് പഠിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ്. ബിറ്റർനെസ് അല്ലെങ്കിൽ ഇൻഡിഗ്നേഷൻ, ഇറിറ്റേഷൻ, ഒരു വെറുപ്പും അമർഷവും എല്ലാം കൂടെ കലർന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയ്ക്ക്, അവജ്ഞ എന്നൊക്കെ പറയുന്ന അവസ്ഥയ്ക്കാണ് റിസെന്റ്മെന്റ് എന്ന് പറയാം. ബിറ്റർനെസ്, ഇൻഡിഗ്നേഷൻ, ഇറിറ്റേഷൻ. ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇതാണ് അപ്പോൾ വേർഡ്സ് ഓർത്ത് വെച്ചോണം. അടുത്ത സെന്റൻസുകളിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോകണം, സമയമില്ല.
ഓ ആരോ എന്നും വരുന്ന ആൾ വന്നിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്ന് ആശാനെ, രാവിലെ കഷ്ടപ്പെട്ട് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വരിക. ആശാൻ ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തരുത് കേട്ടോ. കഷ്ടപ്പാടും ഉണ്ടാ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. യെസ്, അപ്പം നമുക്ക് നിങ്ങളുടെ സെൻറ്റൻസിലോട്ട് പോകും പിള്ളേരെ. ഓക്കെ, നോക്കട്ടെ. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. Abetment is an offense if the abettor is not present at the scene of occurrence. Yes, അത് ശരിയാണ്. അതൊരു പ്രശ്നമാണ്. യെസ്, അബറ്റഡ് ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. V2 ആണെന്ന്, അബറ്റഡ് ആണെന്ന് എൻ്റെ വിശ്വാസം. അബറ്റ് തന്നെയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാനത് കൃത്യമായിട്ടൊന്നും ഓർക്കണില്ല. ഓക്കെ ഓക്കെ, അബറ്റഡ് തന്നെയാണ് കേട്ടോ. അബറ്റഡ് തന്നെയാണ്. V1 V2 അല്ല V2 V3 കേട്ടോ. യെസ്, ദി ഇലക്ഷൻ മെക്കിനേഷൻ സ്കീം പൊളിറ്റിക്കൽ പാർട്ടി വാസ് എ ബിഗ് ഫ്ലോപ്പ്. യെസ്, ഗവൺമെന്റ് റോൾഡ് ഔട്ട് DESTAC e-portal to abet the skill of students. All right. Yes, we should be vigilant. Okay. We should be vigilant to act wisely in opportune occasion. All right. ഈ പേഴ്സണിനെ ബ്ലോക്ക് ചെയ്യാൻ അങ്ങനെ പറ്റില്ല. ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ബ്ലോക്ക് ചെയ്തു. മിസ് ഇതുവരെ ഒരു ടൈം ബ്ലോക്ക് ചെയ്താൽ പിന്നെയും മെസ്സേജ് ഇടുമോ? ബ്ലോക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോഴൊക്കെ ബ്ലോക്ക് ചെയ്താൽ പിന്നെയും ഇയാൾ വന്ന് ശല്യപ്പെടുത്തണം. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. ഒരു ടൈം കഴിഞ്ഞ് പിന്നെയും വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ. പീപ്പിൾ ഇൻ ടോക്സിക് റിലേഷൻഷിപ്പ് ഓവർലുക്ക് ദെയർ പ്രോബ്ലംസ് തിങ്കിങ് ഇറ്റ്സ് നോർമൽ. ഏത് ഇറ്റ് ഈസ് നോർമൽ. അപ്പസ്ട്രോഫി വേണം കേട്ടോ. മറ്റേത് ഇറ്റ് ഇസ്, അതിൻ്റെ നോർമൽ. അതിൻ്റെ നല്ലല്ലോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് നോർമൽ ആണെന്ന്. ഇറ്റ് ഇസ് നോർമൽ കേട്ടോ. Yes. Adda247's giveaway is a windfall to aspirants. Don't overlook it. Don't miss it. Yes. She overlook അല്ല ആത്മീയ. She overlooks. She ആയതുകൊണ്ട് സിംഗുലർ കൊടുത്തേ. ഓവർലുക്സ് കൊടുക്കല്ല, ഓവർലുക്ഡ് കൊടുത്തു കേട്ടോ. Overlooked her mistakes in that examination. അപ്പോൾ past tense വേണ്ട ഇവിടെ. past sentence അല്ലേ. She overlooked her mistakes in that examination and reiterated it in another exam. Okay. During the investigation, the police overlooked an important evidence. Missed an important evidence. ഒരു പ്രശ്നമുണ്ട്. ആൻ ഇമ്പോർട്ടൻറ്റ് എവിഡൻസ്. എവിഡൻസ് എന്ത് നൗണാ? അനഘ, എവിഡൻസ് എന്ത് നൗണാ? എവിഡൻസ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗണാണ് കേട്ടോ. അൺകൗണ്ടബിൾ നൗൺ. UN എഴുതുന്ന അൺകൗണ്ടബിൾ നൗണാണ്. എവിഡൻസിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? എയും ആനും ഉപയോഗിക്കാൻ പാടില്ല. എയോ ആനോ അല്ല, ആൻ ഉപയോഗിക്കാൻ പാടില്ല. എ ഇല്ലല്ലോ, ആൻ ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അതിൻ്റെ റീസൺ. നമ്മൾ ആൻ ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ആൻ ഇസ് യൂസ്ഡ് വിത്ത്, എ ഇസ് യൂസ്ഡ് വിത്ത് സിംഗുലറായ കൗണ്ടബിളായ നൗണിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയും. സിംഗുലർ ആകണം, കൗണ്ടബിൾ ആകണം. രണ്ടാമത്തെ ഇതെന്താ? 3 കണ്ടീഷനാണ് വേണ്ടത്. ഒന്ന് സിംഗുലർ ആയിരിക്കണം, അതിൻ്റെ കൂടെ എയോ ആനോ ഉപയോഗിക്കാവുള്ളൂ. രണ്ടാമത്തത് കൗണ്ടബിൾ ആയിരിക്കണം, നോട്ട് അൺകൗണ്ടബിൾ. മൂന്നാമത്തത് നൗൺ ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പം അയ്യോ അതെ വീണ്ടും വന്നു. ഈ ആശാനെ കൊണ്ട് തോറ്റല്ലോ. എനിക്ക് വേറെ പണിയില്ലേ? കൊള്ളാം. അപ്പം എന്തായാലും അവിടെ എവിഡൻസിൻ്റെ കൂടെ നമുക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ആൻ ഉപയോഗിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക കേട്ടോ. ഐ എം ദ വിക്ടിം ഹു ഓവർലുക്സ് all the chances that never gets back. Get back അല്ല, gets back കേട്ടോ. മിസ്സായിപ്പോയെന്നല്ലേ? യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് ആൻഡ് യൂസ് ഇറ്റ് വെൽ. ഗ്രേറ്റ്. അനു ഇവിടെ ഉപയോഗിച്ച സെൻറ്റൻസ് ആയിട്ടല്ല, ഫോർ യു, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. യൂസ് യുവർ അവസരങ്ങൾ, യുവർ ഓപ്പർച്യൂണിറ്റീസ് വെരി വെൽ എന്നാണ് ഇവിടെ അനു ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഓവർലുക്കിംഗ് ദ മിസ്റ്റേക്സ് ഓഫൻ ലീഡ് ടു ഇറ്റ്സ് റീട്രേഷൻ ഓഫ് മിസ്റ്റേക്സ് ആണ്. ഓവർലുക്കിംഗ് ദ മിസ്റ്റേക്സ് അല്ല. അപ്പോൾ ലീഡ് അല്ല വരേണ്ട രാജേശ്വരി. ഇവിടെ ജെറണ്ട് ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ലീഡ്സ് കൊടുക്കും. ജെറൻ്റെ സബ്ജക്റ്റ് എങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഓവർലുക്കിംഗ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓവർലുക്കിംഗ് ദ മിസ്റ്റേക്സ് ഓഫൻ ലീഡ്സ് ടു ഇറ്റ്സ് റീട്രേഷൻ. മർമു ജാർഖണ്ഡ് അല്ലേ എന്നാണോ? മർമു ജാർഖണ്ഡാണ്.
We don't try to snowball any problems in our life. We don't try to increase. Yes, great. അടുത്തോട്ട് പോവാം. Next സെറ്റിലോട്ട് പോവാം. Yes. Palatable. പാലറ്റ് അറിയില്ലേ? പാലറ്റ് നമ്മുടെ ടേസ്റ്റ് ഏതാണെന്ന് അറിയുന്ന ഒരു സാധനമാണ് പാലറ്റ് അല്ലേ? നമ്മുടെ പാലറ്റ് സ്ട്രോങ് ആണോ ഇതാണോ വീക്ക് ആണോ പാലറ്റ് എന്ന് പറയില്ല. അപ്പോൾ പലാറ്റബിൾ എന്ന അർത്ഥം എന്താ? പലാറ്റബിൾ മീൻസ് ടേസ്റ്റി അല്ലെങ്കിൽ പ്ലസന്റ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ എന്ന് പറയും. പലാറ്റബിൾ. പിള്ളേരെ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ, ഈ അവസരത്തിലൊന്നും പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ SSCയുടെ നോട്ടിഫിക്കേഷൻസ് ഉടനെ വരും. നിങ്ങൾ SSCക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുക. നോട്ടിഫിക്കേഷൻ വന്ന എക്സാം പെട്ടെന്ന് വരും. അപ്പോഴേക്കും പ്രിപ്പയർ ആയിരിക്കണം. കാരണം റിപ്പീറ്റഡ് ആയിട്ട് റീട്രേഷൻ ഇല്ലാതെ SSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും പറയാണ്, SSCയുടെ CGL വരുന്നുണ്ട്, CHSL വരുന്നുണ്ട്, MTS വരുന്നുണ്ട് അടുത്ത റൗണ്ട്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിങ്ങൾ റെഡി ആയിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ബാക്കി മെയിൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് JEE പോസ്റ്റ് ഓഗസ്റ്റിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇത്രയും അവസരങ്ങൾ ഇത് ആദ്യമായിട്ട്, ഞാൻ പറഞ്ഞ മോദിജി പറഞ്ഞതിനോടനുബന്ധിച്ച് തുറന്നിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റീസ്. അതിൽ നമ്മളൊരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ചാൻസ് മിസ് ചെയ്യാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാൻസ് ഇത്തവണ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. അതിൽ നിങ്ങൾക്കറിയാം 20,000 ബേസിക് പേ. ഇപ്പോൾ നമ്മൾ ഒരു ഇത് എടുക്കുവാണെങ്കിൽ 10th ലെവൽ എടുക്കുകയാണെങ്കിൽ 20,000 ബേസിക് പേ. ദാറ്റ് ഈസ് MTSൻ്റെ ബേസിക് പേ കേട്ടോ. CHSL ഒക്കെ ആണെങ്കിൽ CGL ഒക്കെ ആണെങ്കിൽ 1 ലക്ഷം ഒക്കെ ഉണ്ട് സാലറി. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. എമൗണ്ട് നല്ല ഹൈ ആണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച്, ഞാനിത് പറയാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ കേട്ടോ. എനിക്ക് SSCയുടെ ഇത്ര ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഇത് വന്നിട്ട് നിങ്ങളാരും അത് കണ്ടില്ലെന്ന് അടിക്കരുത്. പ്രോപ്പറായ ഒരു കോച്ചിങ്ങോട് പോകണം. നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോച്ചിങ് July 1st സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വിശ്വാസം ഉണ്ടെങ്കിൽ. നിങ്ങൾക്കറിയാം, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പോലെ തന്നെയാണ്. ഭയങ്കര 1-on-1 ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ സജഷൻസും തരാനും മെൻറ്ററിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. പലാറ്റബിൾ പറഞ്ഞല്ലോ, ടേസ്റ്റി പ്ലസ് അക്സെപ്റ്റബിൾ. ടേസ്റ്റി എന്ന് പറയുന്നത് ലിറ്ററലി അതിൻ്റെ ടേസ്റ്റ് പാലറ്റ് ഒക്കെ പറയില്ലേ, അതിനുവേണ്ടി പറയുന്നതാണ് പലാറ്റ്. അപ്പോൾ പലാറ്റബിൾ അതിൻ്റെ അഡ്ജക്റ്റീവ് ആണ്. ടേസ്റ്റി ഒരർത്ഥം കൂടെ ഉണ്ട്. നമുക്ക് അത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല, അത്ര പ്ലസന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അക്സെപ്റ്റബിൾ, ഇറ്റ്സ് നോട്ട് പലാറ്റബിൾ. പലാറ്റബിൾ ആണെങ്കിൽ ദ ഡിസിഷൻ വാസ് പലാറ്റബിൾ, കൊള്ളായിരുന്നു. സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസിഷൻ. ദ പ്രപ്പോസൽ വാസ് പലാറ്റബിൾ, കൊള്ളായിരുന്നു കേട്ടോ. പ്രപ്പോസൽ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ലേ, അതാണ് പലാറ്റബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം. അക്സെപ്റ്റബിൾ ആണ്. അടുത്ത റസ്റ്റിക്. റസ്റ്റിക് എന്ന കാര്യം അറിയാലോ. നമ്മുടെ പണ്ട് ഇപ്പോൾ അനുവിന് അറിയായിരിക്കും, ലിറ്ററേച്ചറിൽ ബാക്ക്ഗ്രൗണ്ട് വരുന്ന കുട്ടികൾക്കറിയാം. റസ്റ്റിക്കിന് ഒരു അർത്ഥമുണ്ട്, റൂറൽ എന്നൊരു അർത്ഥം. റസ്റ്റിക് ലൈഫ് ഓഫ് പീപ്പിൾ, റൂറൽ ആയിട്ടുള്ള ഗ്രാമീണമായിട്ട് ഉള്ള എന്നൊരർത്ഥവും റസ്റ്റിക്കിനുണ്ട് കേട്ടോ. റൂറൽ എന്നൊരർത്ഥമുണ്ട്. അതല്ലാതെ റസ്റ്റിക് നമ്മളിങ്ങനെ പറയുമ്പോൾ ഓർത്താൽ മതി, പ്ലെയിൻ ആയിട്ട്, വളരെ പ്ലെയിൻ ആയിട്ടുള്ള, ഓർഡിനറി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ഹോംലി ആയിട്ടുള്ള, അൺസോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വലിയ എന്താ പറയുക, ഹൈലി ടാലൻറ്റഡ് ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള അല്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ഹോംലി ആയിട്ടുള്ള എന്നൊക്കെയാണ്. ഈ ഓർഡിനറി ആയിട്ടുള്ള എന്നൊക്കെയാണ് എന്തിനർത്ഥം? റസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർഡിനറി, ഹോംലി, സിമ്പിൾ, പ്ലെയിൻ എന്നൊക്കെയാണ് അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്. അടുത്ത റെസ്റ്റീവ്. എന്താ റെസ്റ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം? റെസ്റ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്റ്റുമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. റെസ്റ്റ് ഇല്ലായ്മയാണോ റെസ്റ്റീവ്? റെസ്റ്റീവ് എന്ന് പറയുമ്പോൾ റെസ്റ്റ്, ഹാപ്പിനെസ്, അതാണോ? അല്ല. റെസ്റ്റീവ് മീൻസ് റെസ്റ്റ്ലെസ്, വളരെ വറീഡ് ആയിട്ടുള്ള, അൺഈസി ആയിട്ടുള്ള, ഫിജറ്റി ആയിട്ടുള്ള, എജി ആയിട്ടുള്ളതാണ്. എജി, അൺഈസി, ഫിജറ്റി, റെസ്റ്റ്ലെസ്, അതാണ് റെസ്റ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണം കേട്ടോ. അപ്പോൾ പല വാക്കുകൾ ഞാൻ ഇവിടെ തന്നിട്ട് ഇതൊക്കെ ഇതിൻ്റെ മീനിങ് ആണ്. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള അവസ്ഥ, അൺഈസി ആയിട്ടുള്ള അവസ്ഥ. ടേക്ക് ഇറ്റ് ഈസി മാൻ, വൈ ആർ യു സോ റെസ്റ്റീവ്? ടേക്ക് ഇറ്റ് ഈസി, വൈ ആർ യു സോ റെസ്റ്റീവ്? എന്ത് പറ്റി നിനക്ക്? ഇന്ന് ഭയങ്കര റെസ്റ്റ്ലെസ് ആണല്ലോ ചോദിക്കില്ല. അതാണ് റെസ്റ്റീവ്. വൈ ആർ യു സോ റെസ്റ്റീവ്? റെസ്റ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ്, ഓർത്തോണം. ഇറ്റ്സ് നെഗറ്റീവ്, ദാറ്റ് മീൻസ് റെസ്റ്റ്ലെസ്. അടുത്ത ഓവർഹോൾ ചെയ്യുക. ഓവർഹോൾ മീൻസ് സർവീസ്. സർവീസ് ചെയ്യുക, വേർബാണ്, നൗൺ അല്ലേ. ഓവർഹോൾ ചെയ്യുക മീൻസ് സർവീസ് ചെയ്യുക, വേർബ്. സർവീസ് നൗൺ ഉണ്ട്, പക്ഷെ ഇവിടെ അത് വേർബായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പയർ ചെയ്യുക, ദാറ്റ് ഈസ് ഓവർഹോൾ. ഓവർഹോൾ നൗൺ അല്ല, ഓവർഹോൾ വേർബാണ്. അടുത്ത കൺസെൻസസ് പഠിച്ചിട്ടുണ്ട്. കൺസെൻസസ് മീൻസ് അഗ്രിമെന്റ്, ഹാർമണി അല്ലെങ്കിൽ കോൺകോർഡ്. ഇന്നലെയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇല്ലേ? നോക്കാട്ടോ. Yes. The situation seems to have snowballed from October. All right. അത് കൊള്ളാം. എപ്പോഴാണ് നെക്സ്റ്റ് ഗിവ് മിസ്സസ് യെസ്റ്റർഡേ? ശീതൾ, അടുത്ത ഗിവ് അവേ പറയാം. എപ്പോഴാണെന്ന് പറയാം. ഇപ്പോൾ ഇന്ന് ഒരെണ്ണം കഴിഞ്ഞല്ലേ ഉള്ളൂ. കമ്പനിയോട് നമ്മൾ പിന്നെ പറയുന്നത് എങ്ങനെയാണ്? ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യും. There is no need to snowball your tensions in the examination time. Great. Soil erosion is a result of her greedy attitude towards nature. Each meeting with him snowballed her infatuation towards him. All right. Yes. Increased, intensified. Block those resentment user from our channel. ഉറപ്പായിട്ടും ബ്ലോക്ക് ചെയ്തു. ചാനലിന് ഡബിൾ എൻ ഉണ്ട്, നിമ്മി ബ്ലോക്ക് ചെയ്തു. And eroding public property at time of hartal is an offense, but the
Same mistake is grinding on. Yes, continuing. Overlooking of social issues is the resentment, which is a sign of eroding thoughts of us. Yes. I overlooked SSC exams in 2022, so I eagerly waiting for ആണോ അടി പാർവതി അടി വീണ്ടും. So I am eagerly waiting for. അവിടുത്തെ auxiliary verb is missing. Eagerly waiting ing ആണ്. അതായത് V4 ന് തൊട്ട് മുമ്പ് എന്തിട്ട് കൊടുക്കണം? കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ V4 ന് മുമ്പിൽ എന്ത് വേണം? SSCയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ് എറർ. ടു ഇൻഫിനിറ്റീവിന്റെ മുമ്പിൽ ടു ഇടാതെ വരിക, കണ്ടിന്യൂസ് ടെൻസിന്റെ മുമ്പിൽ ഈസ്, ആം, ആറ്, വാസ്, വേർ എന്നുള്ള ഇതിട്ട് ഇടാതെ വരിക കേട്ടോ. ഒറ്റയ്ക്ക് നിന്ന് അത് V4 ആയിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിനെ അല്ലേ പാർട്ടിസിപ്പിൾ ഫോം ആണ്. അപ്പോൾ അത് വെറും ഇതല്ല ഈഗേർലി വെയിറ്റിംഗ് ആണോ? അല്ല. ഐ ആം ഈഗേർലി വെയിറ്റിംഗ്. ഐ ആയതുകൊണ്ട് ആം, ഹി ആണെങ്കിൽ ഈസ്, ഷീ ആണെങ്കിൽ ഈസ്, ഇറ്റ് ആണെങ്കിൽ ഈസ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് വന്നേ വാസ്, അല്ലെങ്കിൽ വേറെ വന്നേനെ ഓർത്തോണം കേട്ടോ. പാർവതി അത് സ്ഥിരമായിട്ട് SSCയുടെ പാറ്റേൺ ആണ്. ടു ഇൻഫിനിറ്റീവിന് ടു ഇടാതിരിക്കുക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ടെൻസിൽ ഈസ്, ആർ, ആം അങ്ങനെ ഓക്സിലറി വെർബ് ബി ഫോർമുലേഷൻ ഇടാതിരിക്കുക. ശ്രദ്ധിക്കുക പ്ലീസ്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ട്രൈ ടു എൻഷുർ ദ പ്രൈമസി വൈൽ ഇൻ പവർ കേട്ടോ. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ പാർവതി, ഞാനിത് പറഞ്ഞ സജഷൻ ആയിട്ടാണ്, ടെൻഷൻ ഒന്നും ആവണ്ട, നമുക്ക് സെറ്റാക്കി എടുക്കാം, പക്ഷേ ശ്രദ്ധിക്കണം, അത് നിർബന്ധം. ദ്രൗപദി മുർമു ബോൺ ഇൻ മയൂർഭഞ്ച് ഡിസ്ട്രിക്ട് ഇൻ ഒഡീസ, ബട്ട് ഷീ വാസ് ഫസ്റ്റ് വുമൺ ഗവർണർ ഇൻ ജാർഖണ്ഡ്. അത് ജാർഖണ്ഡ് കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ജാർഖണ്ഡ് കാര്യമാണോ? അയ്യോ സോറി, പുള്ളിക്കാരി ജന്മം ഒഡീസയാണ്, പുള്ളിക്കാരുടെ സ്ഥലം ഈസ് ഒഡീസ ആണ്, കറക്റ്റ് ചിപ്പി പറഞ്ഞത്. ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു കഴിഞ്ഞ ഇതുവരെ 2015 മുതൽ 19 വരെ അല്ലേ? ആണ് കേട്ടോ. അതാണ് വിശ്വാസം, അതല്ലേ എല്ലാം. കല്യാൺ ജുവല്ലേഴ്സ് അല്ലേ? ആണ്. വി ഡോണ്ട് ഓവർലുക്ക് സം പേഴ്സൺസ് ഹു ഹാവ് struck a chord that will success to us, that will success to us, that will bring success to us, that will bring success കൊണ്ടുവരും, that will bring വേണം, അല്ലെങ്കിൽ succeed എന്ന് പറയും, that will succeed us എന്ന് പറയും, that will succeed എന്നേ ഉള്ളൂ. അപ്പോൾ that will bring success to us കൊടുക്കണം കേട്ടോ ഗുരുദാസേ. ടുഡേ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ജോമി, ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ടുഡേയ്സ് അപ്പസ്ട്രോഫി എസ് ഇട്ടെടുത്തേ. ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് palatable, ടേസ്റ്റി. കൊള്ളാം ഇന്നത്തെ. യെസ് മിസ്, വി ക്യാൻ സീ ദ വേർഡ് റസ്റ്റിക് ഇസ് മെനി പോംസ് ആൻഡ് നോവൽസ്. യെസ്, നമ്മുടെ ഒരുപാട് കാൽപ്പനിക കവികളുടെ അല്ലെ നാച്ചുറലിസ്റ്റിക് പോയിന്റ്സിലൊക്കെ കാണാം. റസ്റ്റിക് ലൈഫ് ഓഫ് ഗാന്ധിജി ഇസ് വർത്ത് ഫോളോയിങ്. യെസ്. ഓവർഹോളിംഗ് ഓഫ് ദ കമ്പനി വാസ് ഇൻ ഗുഡ്, സോ ഐ സെലക്ടഡ് അനദർ വൺ. യെസ്. സക്സസ് ഇസ് എ റിസൾട്ട് ഓഫ് റെസ്റ്റിവ് പ്രിപ്പറേഷൻസ്. റെസ്റ്റ്ലെസ്. യെസ്. The parents should palatable their palatable ഷുഡിൻ്റെ കൂടെ കൊടുക്കില്ല ആതിര. കാരണം ഷുഡ് ഇസ് എന്താണ് മോഡൽ ഓക്സിലറി വേർബാണ്. മോഡൽ ഓക്സിലറി വേർബിന് ശേഷം അഡ്ജക്റ്റീവ് അല്ല കൊടുക്കണ്ടേ. മോഡൽ ഓക്സിലറി വേർബ് കൊടുത്തിട്ടുണ്ടോ, അതിനുശേഷം നമ്മൾ എന്നാ ഇട്ട് കൊടുക്കേണ്ടത്? അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു V1 ആണ്. V1 എന്ന് പറയുമ്പോൾ വേർബിന്റെ ഫസ്റ്റ് ഫോം, അല്ലാതെ അഡ്ജക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ എന്ത് കൊടുക്കണം? ഷുഡ് വാട്ട് palatable there. ഷുഡ് വാട്ട് അതെന്താ കൊടുക്കണ്ടേ? അക്സെപ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അക്സെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ palatable വിട്ട് കളഞ്ഞിട്ട് അവിടെ ഇത് ഷുഡ് അക്സെപ്റ്റ് their children എന്ന് കൊടുക്കാം. If you get rustic life, you will overfall problems easily and you will grab അടിപൊളി ലൈഫ്. യെസ്, അടിപൊളി സിമ്പിൾ അല്ലേ? അങ്ങനെയാണോ? ലൈഫ് ഇസ് നോട്ട് ദാറ്റ് സിമ്പിൾ അല്ലേ? ലൈഫ് അത്ര സിമ്പിൾ അല്ല. മോസ്റ്റ് ഓഫ് ദി വില്ലേജസ് ആർ റസ്റ്റിക്. യെസ്, her rustic preparation paid off. Yes. Finance Minister of India outlined a plan to overhaul the country's corporate sector. Yes. Even though she was new to the countryside, she received a rustic welcome from the natives. Great. In your hostel days, you will definitely miss rustic food. Yes. കൊള്ളാം. ഒഡീസ മിനിസ്റ്റർ ആയിരുന്നു മാം. അങ്ങനെ കണ്ടു ഒരു ഓർമ്മ. അല്ലല്ല, ഒഡീസയിലാണ്, മയൂർഗഞ്ചിലെ ഒഡീസയിലാണ് ജനിച്ചത്. അവിടെ BJPയിലെ മിനിസ്റ്റർ ആയിരുന്നു, ജാർഖണ്ഡിൽ ഗവർണറും ആയിരുന്നു. അങ്ങനെ തന്നെയാണ് ഹരി, നമ്മൾ ഇന്നലെ വായിച്ചതല്ലേ. ലൈഫ് ഓഫ് ആൻ അക്കാഡമീഷ്യൻ ഇസ് റെസ്റ്റിവ് nowadays because he has to meet so many consensus. Political violence in Kerala points to fraying of social and political concerns. worrying ആണോ? അല്ലല്ല, ഫ്രെയ്ഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. ഫ്രേ എന്ന വാക്കിൻ്റെ അർത്ഥം വേറെ എന്നൊരു അർത്ഥത്തിലാണ് കേട്ടോ വരുന്നത്, അതൊന്നും ശ്രദ്ധിച്ചോണം. വി ഹാവ് എ palatable atmosphere at our home, thus we keep an intrinsic അല്ല, thus we keep an intrinsic what? Existing what? അവിടെ intrinsic അല്ല, sorry. Thus we keep an instinct. Sorry ട്ടോ രാജേശ്വരി. Keep an instinct to come back home from elsewhere. That's great. അത് കൊള്ളാം. The breakfast served at my hostel day is not palatable at all. അതെനിക്കറിയാം, അതെനിക്ക് ഓർമ്മയുണ്ട്. At my hostel day അല്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. Breakfast served at my hostel was. At my hostel എന്ന് കൊടുത്തത് ടുഡേ വേണ്ട.
at my hostel today. Oh, ഇന്നത്തെ. Okay. All right. അത് കറക്റ്റാണ്. ഇന്ന് സെർവ് ചെയ്ത് കൊള്ളാം. At overhauling man. overhauling man അല്ല ഗുരുദാസെ, an overhauling man. Over അല്ലേ, o sound അല്ലേ, vowel അല്ലേ. An overhauling man gives his primacy to retain his rustic life which can avoid a resented life അല്ലേ. അങ്ങനെ ഞാൻ ടേസ്റ്റാണ് ഉദ്ദേശിച്ചത്. പാൽപ്പബിൾ എനിക്ക് മനസ്സിലായി. അങ്ങനത്തെ ടേസ്റ്റാണോ? അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ആണെങ്കിൽ പാൽപ്പബിൾ എന്ന് കൊടുക്കില്ല, ടേസ്റ്റ് എന്ന് തന്നെ പറയണം കേട്ടോ. അങ്ങനെ ഉദ്ദേശിക്കണം, ശ്രദ്ധിക്കാം. ഗവൺമെന്റ് ഓവർലുക്സ്, കാരണം അത് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അല്ലേ. അതാ ഗവൺമെന്റ് ഓവർലുക്സ് ഹറാസ്മെന്റ് ടുവേർഡ്സ് ദലിത് ആൻഡ് മുസ്ലിം ഇൻ നോർത്ത് ഇന്ത്യ. ഓക്കെ ഗ്രേറ്റ്. Government's decision regarding Agnipath scheme was not palatable for the army aspirants and it made a resentment among them. Yes, palatable food always attracts so many people from so many places. Yes. അടുത്ത സെറ്റ് ആൻഡ് ലാസ്റ്റ് സെറ്റ് ഇതാണ്. ലാസ്റ്റ് സെറ്റ് ആണ് ഇനിമിക്കൽ. എന്താണ് ഇനിമിക്കൽ എന്ന വാക്കിന്റെ അർത്ഥം? ഇനിമിക്കൽ മീൻസ് ഹാംഫുൾ, ഇൻജൂറിയസ് അല്ലെങ്കിൽ ഡിട്രിമെന്റൽ. ഇനിമിക്കൽ എന്ന് പറഞ്ഞാൽ ഹാംഫുൾ ആണ്, ഡിട്രിമെന്റൽ ആണ്, ഇൻജൂറിയസ് ആണ്. അടുത്ത റിലയൻസ് ആണ്. ഇനിമിക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡ്ജക്റ്റീവ് തന്നെയാണ്. റിലയൻസ് നൗൺ ആണ്. റിലയൻസിന്റെ ഷോപ്പ് അറിയാലോ, റിലയൻസിന്റെ പെട്രോൾ പമ്പ് എല്ലാം. റിലയൻസുകാരെ പറ്റി എന്താ ആർക്കും അറിയില്ല അതല്ലേ റിലയൻസ്. അപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ് കേട്ടോ. റിലയൻറ്റ് അഡ്ജക്റ്റീവ് ആണ്. റിലയൻറ്റ് അഡ്ജക്റ്റീവ് ആണ്. റിലയൻറ്റ് ആണെങ്കിൽ നമ്മൾ ഒരാളുമായിട്ട് ട്രസ്റ്റ് വേർതി ആണെന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അഡ്ജക്റ്റീവ് റിലയൻറ്റ്. റിലൈ വേർബ്. Okay, rely verb, reliant adjective, reliance noun. Reliance means dependence, leaning on. ഒരാളുടെ നമ്മൾ ഇതാക്കുക, ബാങ്കിങ് ഓൺ, ലീനിങ് ഓൺ കേട്ടിട്ടില്ലേ? ലീൻ ഓൺ സമ്മൺ, റിലൈ ഓൺ സമ്മൺ, ബാങ്കിങ് ഓൺ സമ്മൺ. ഒരാളെ പ്രതീക്ഷിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഒരാളെ വിശ്വസിക്കുക, ട്രസ്റ്റ് ഇൻ സമ്മൺ. അതാണ് റിലയൻസ്. അടുത്തത് പോസ്. ഇന്നലെ ഞാൻ പറഞ്ഞു പോയിസ് സംതിങ് ഡിഫറെന്റ് ആണ്, പോസ് സംതിങ് ഡിഫറെന്റ് ആണ്, മാറിപ്പോയതേ. പോസ് ഒരു നൗണുമാണ്, വേർബും ആണ്. പോസ് മീൻസ് പോസ്റ്റർ അല്ലെങ്കിൽ പ്രിറ്റൻസ്. അതിന്റെ അർത്ഥം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് ഓർത്തോളാം. ഓക്കെ, എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് പോസ് എന്ന വേർബിന്റെ അർത്ഥം. നൗണായിട്ട് പോസ്റ്റർ അല്ലെങ്കിൽ പോസ്. കൊള്ളാം, നിന്റെ പോസ് കൊള്ളാം. പ്രിറ്റൻസ്, ഹീസ് പോസിങ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അതിൻ്റെ അർത്ഥം അവൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ അർത്ഥമാണ് കേട്ടോ. അവൻ്റെ പോസ്റ്ററിങ് അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട്. വേർബ് ബ്രേസ് സപ്പോർട്ട്. ഷോറപ്പ്, പ്രോപ്പപ്പ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക, ഷോറപ്പ് ചെയ്യുക. ഷോറപ്പ് ഒബ്വിയസ്ലി സപ്പോർട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ പ്രോപ്പപ്പ് ചെയ്യുക, അതും സപ്പോർട്ട്. പ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് സപ്പോർട്ട് ചെയ്യുക. അതാണ്. അടുത്ത പൾവറൈസ്. കേട്ടിട്ടുണ്ടോ പൾവറൈസ്? പൾവറൈസിൻ്റെ മീനിങ് ഞാൻ എഴുതിയപ്പം മാറിപ്പോയി, തിരിച്ചെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ക്ഷമിക്കും പിള്ളേരെ, ക്ഷമിക്കും. പൾവറൈസ് അതല്ല, അക്കോഡല്ല. ഞാനത് ശരിയാക്കി തരാം കേട്ടോ. ശരി, പൾവറൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ച് ചതയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ആൻസർ തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ കറക്റ്റായിട്ട് എഴുതി തരാം കേട്ടോ. ഗ്രൈൻഡ് ചെയ്യുക, പൊടിക്കുക എന്ന് പറയില്ല, പൊടിച്ചെടുക്കുക. ഗ്രൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ ക്രഷ് ചെയ്യുക, ക്രംബിൾ ചെയ്യുക, തകർക്കുക എന്ന് പറയില്ലേ. നമ്മൾ പൊടിച്ചൊരു കഷ്ണമാക്കി പൊടിക്കുക, അതാണ് അർത്ഥത്തിൽ കേട്ടോ, എന്നുള്ള അർത്ഥത്തിലുണ്ട്. അപ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ നശിപ്പിക്കുക എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. ലിറ്ററലി വേറൊരു അർത്ഥം പറയുവാണെങ്കിൽ അനിഹിലേറ്റ് ചെയ്യുക, തരിപ്പണമാക്കുക അല്ലേ, തകർത്ത് തരിപ്പണമാക്കുക, അനിഹിലേറ്റ് എന്നർത്ഥമുണ്ട്. കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ, ടോട്ടൽ ഡിസ്ട്രാക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം, അനിഹിലേറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ, പൾവറൈസ് എന്ന അർത്ഥങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ചോണം. ലെറ്റ് മീ സീ. സക്സീഡ് അഡ്ജക്റ്റീവ് അല്ല, സക്സീഡ് ചെയ്യുക വേർബാണ് കേട്ടോ. സക്സീഡ് വേർബ്. സക്സസ് നൗൺ, സക്സീഡ് നൗൺ, വേർബ് കേട്ടോ. ഓർത്ത് വെച്ചോണേ ഗുരുദാസ്. സക്സീഡ് വേർബാണ്, സക്സസ് നൗൺ. സക്സസ്ഫുൾ ആണ് അഡ്ജക്റ്റീവ്, സക്സസ്ഫുൾ കേട്ടോ. ദ യൂഷ്വലി പോയിസ്ഡ് ഗേൾ ഹാഡ് a restive look on her face with the neighbors arrival. നെയ്ബേഴ്സിന്റെ അറൈവൽ. നെയ്ബേഴ്സ് കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി കൊടുത്തേ. നെയ്ബേഴ്സ് കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി കൊടുക്കാൻ മറക്കണ്ട. ആൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പോയിസ്? ബാലൻസ് അല്ലേ. പോയിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ പഠിച്ചില്ലേ, വേർബായിട്ട് നൗണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് പോയിസ്. POISC ആണ്. നൗണായിട്ടും വേർബായിട്ടും ഒരേ അർത്ഥമുള്ളൂ. ഇക്ലിബ്രിയം, ബാലൻസ്. നൗണായിട്ടും ബാലൻസ്, വേർബായിട്ടും ബാലൻസ്. പോയിസ്
അല്ലേ? പോയിസ്റ്റ് ഗേൾ, ബാലൻസ്ഡ് ഗേൾ അല്ലേ? വളരെ സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള, ബാലൻസ്ഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, നെയ്ബേഴ്സിൻ്റെ എന്ന് കൊടുക്കണേ അനു. ഷി ഡിഡ്ന്റ് അറ്റൻഡ് ദ പാർട്ടി ബിക്കോസ് ഷീ ഹാഡ് എ പെലാറ്റബിൾ റീസൺ, അക്സെപ്റ്റബിൾ റീസൺ. ഓക്കെ, അവിടെ ഇത് ഡോട്ട് 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 കൊടുക്കണ്ട കേട്ടോ, ഒറ്റ സെൻറ്റൻസ് ആയിട്ട് കൊടുത്താൽ മതി, അത് കറക്റ്റ്. ദ റെസ്റ്റീവ് വർക്കിംഗ് കണ്ടീഷൻ മേ മേക്ക് യു മെന്റൽ. ഓൾ റൈറ്റ്. ഗ്രാസ്ലൻഡ്സ് ഓഫ് ഒപ്പോസ് ടു, ഗ്രാസ്ലൻഡ്സ് ഓഫ് ഒപ്പോസ് ടു, ഗ്രാസ്ലൻഡ്സ് ആർ ഒപ്പോസ് ടു, അതാണോ ഉദ്ദേശിച്ചത്? ഗ്രാസ്ലൻഡ്സ് ഓഫ് ഒപ്പോസ് ടു ആണോ? അല്ലല്ലോ ജിപ്പി. ആന്ത്രോപോസെൻട്രിക് ആക്ടിവിറ്റീസ് ലൈക്ക് ബേണിംഗ് ആൻഡ് grazing are facing several changes like replacement of palatable species by unpalatable ones. Yes. Restive hard work always gives incremental progress and success to us. Yes, great. Smoking is inimical to health. He's someone you can rely on. Great. Smoking is inimical to health. Great. Smoking is inimical to health. Yes. The dissemination of monkeypox made gathering in groups inimical. Injuries. Yes. Brace yourself for the exams without slacking. Prepare yourself. Great. Prepare എന്നൊരു അർത്ഥമുണ്ട്, സപ്പോർട്ട് എന്ന അർത്ഥമുണ്ട്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ബ്രേസസ് ആർ ഓർത്തോഡോണ്ടിക്, മറ്റേ ബ്രേസസ് അത് നൗണ്, അതുകൊണ്ട് ഞാൻ ബ്രേസ് എന്ന വേർബ് എന്ന് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞേക്കുന്നത്. ഡെന്റൽ ഡിവൈസസ് റെസ്പോൺസിബിൾ ഫോർ സ്ട്രൈറ്റനിങ് ക്രൂക്കഡ് ടീത്ത് ഓർ malclusions for the most part. Yes. Practicing yoga always helps us. Help us അല്ല, പ്രാക്ടീസിങ് അല്ല ഇവിടുത്തെ ജെറണ്ട് അല്ലേ അത്, നൗണ്. സോറി, പ്രാക്ടീസിങ്ങിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് മാറ്റുവാണേ. ജെറണ്ട് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പ്രാക്ടീസിന് SING, പ്രാക്ടീസ് എന്ന വേർബ് വരുമ്പോൾ S വരണം. സോ പ്രാക്ടീസിങ് SING. Practicing yoga always helps us to maintain a good posture. Excessive reliance is inimical one to us. ആണ് സത്യം. പോസെ കളക്റ്റീവ് എന്നല്ലേ മാം? അത് പോസെ, അത് POSSE, അത് പോസെ, അത് കളക്റ്റീവ് ആണ്. പോസെ നമ്മൾ പോസെ ഓഫ്, നീ എന്നോട് ഇന്നലെ ചോദിച്ചത് അല്ലേ, പോസെ ഓഫ് പോലീസ് ഗ്രൂപ്പ്, അത് പോസെ, അത് വേറെ, അത് കളക്റ്റീവ് നോണാണ്. ഗ്രൂപ്പ്, ബറ്റാലിയൻ എന്നൊക്കെ അർത്ഥത്തിൽ പറയും, പക്ഷെ കറക്റ്റ് അത് പോസെ ഓഫ് പോലീസ് ആണ്, ഗ്രൂപ്പ് ഓഫ് പോലീസ് അല്ലേ? അത് വേറെയാണ്. അതിരാ ഇന്ന് കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നല്ലേ ഫ്രം മൈ പാസ്റ്റ്. ആണ്. ദ ഡോക്ടേഴ്സ് യൂഷ്വലി ബ്രേസ് ദ ലെഗ്സ് and hands of patients who broke their bones. Okay. Support, shore up. Yes. Okay അല്ലേ പിള്ളേരെ? അപ്പം നമുക്ക് വൊക്കാബുലറി ഒക്കെ മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ട് പെട്ടെന്ന് നമുക്ക് ആർട്ടിക്കിളോട്ടോ. വൊക്കാബുലറി മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ട് ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞ പോലെ വാക്ക് പാലിച്ചു. സുപ്രീം കോർട്ടിൻ്റെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഓപ്പൺ അപ്പ് ആക്കിയിട്ടുണ്ട്. ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. ജൂലൈ 10 വരെ സമയമുണ്ട്. നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 5-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 2 മണി മുതൽ 3:30 വരെ ഒരു സെഷൻ ഉണ്ടാവും. 5 മുതൽ 6:30 വരെ ഒരു സെഷൻ ഉണ്ടാവും. 8 മുതൽ 9:30 വരെ സെഷൻ. ഒരു ഉച്ച കഴിഞ്ഞ സെഷന്, ബാക്കി ഈവനിങ് സെഷൻസ് ആണ്. 3 ക്ലാസ്സുകൾ ഡെയിലി പോകും. അതിൽ GK ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്. 50 മാർക്സ് വെയിറ്റേജിന്. GK 25, കമ്പ്യൂട്ടർ സയൻസിന് 25, ഇംഗ്ലീഷിന് 50 ആൻഡ് ദെൻ റീസണിങ്, മാത്ത് ഇല്ല, റീസണിങ്ങേ ഉള്ളൂ. റീസണിങ്ങിന് 25. അങ്ങനെ 125 മാർക്കിൻ്റെ എക്സാമാണ്. അപ്പോൾ യു ഹാവ് ടു ബി റിയലി പ്രിപ്പയർഡ്. വരിക, നമ്മൾ 180+ hours ആണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ അസ്ട്ര ബാച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഈ സുപ്രീം കോർട്ട് അസിസ്റ്റന്റ് ബാച്ചിന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ 400 സംതിങ് ആണ് അവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് 3400 രൂപയ്ക്ക് കിട്ടും. ഇഫ് യു അപ്ലൈ മൈ കോഡ് 5314Y314. അതുപോലെ തന്നെ അസ്ട്ര ബാച്ചിന് 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ബാച്ചുകളുടെ എല്ലാത്തിൻ്റെ പ്രത്യേകത, ഈ ഒരു ബാച്ചുകളുടെ എല്ലാത്തിലും ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെസ്റ്റ് സീരീസ് ഒക്കെ കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇനിയുള്ള ബാച്ചുകളൊക്കെ. അത് നിങ്ങൾക്ക് പഠിക്കും. അതുകൊണ്ടാണ് നമ്മൾ കോഴ്സ് ഫീ നിങ്ങൾ കണ്ടറിയാം. ടെസ്റ്റ് സീരീസും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് നിങ്ങൾക്ക് കോഴ്സ് ഫീ വരാൻ പോകുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതിൽ ഫുള്ളി കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആണ്. ഓക്കെ. അപ്പം നമുക്ക് ആർട്ടിക്കിളോട് പോകാം. ടൈഗർ ബൈ ദ ടെയിൽ, ഇതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ടൈഗർ ബൈ ദ ടെയിൽ. ടൈഗർ ബൈ ദ ടെയിൽ. ദ റിബല്യൻ ഇൻ ദ സേന വാസ് ഇൻ ദ മേക്കിംഗ് ഫോർ എ വൈൽ ആൻഡ് ഡസ് നോട്ട് അലോ ഫോർ എ ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ. നോക്കാം എന്താണ്. അപ്പോൾ കുറച്ച് നാളായി തുടങ്ങിയിട്ട് അല്ലേ റിബല്യൻ. ശിവസേനയിലെ റിബല്യൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഫോർ എ വൈലാണ്. ആൻഡ് ഡസ് നോട്ട് അലോ ഫോർ എ ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ. അപ്പോൾ പെട്ടെന്നൊരു ഫിക്സ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ടൈഗർ ബൈ ദ ടെയിൽ എന്ന ആർട്ടിക്കിളിൽ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് തന്നെ ടൈഗർ ബൈ ദ ടെയിൽ എന്നാണ്. ലെറ്റ്സ് സീ അല്ലേ. അപ്പോൾ നോക്കട്ടെ നിങ്ങളുടെ സെൻറ്റൻസ്. ദ്രൗപദി മുർമുസ് ട്രംപ് കാർഡ് ഓഫ് BJP ഫോർ ഗെറ്റിംഗ് ഇനഫ് ബ്രേസ് ഇൻ ഇലക്ഷൻ. ഓക്കെ. യെസ്. ന്യൂഡൽഹി ആണ് സെൻറ്റർ ആണ് വിഷയം. എനിവൺ എൽസ് ഹാവ് ദ സെയിം ട്രബിൾ? ഉണ്ട്, ഒരുപാട് പേർക്കുണ്ട്. പുരിഞ്ചിതെങ്കിൽ കുഴപ്പമില്ല. ആരംഭിക്കലാം. യെസ്. തകത. അതെ. ബ്രേസിംഗ് ഫ്രണ്ട് ഓൾവേസ് ഹെൽപ്സ് us at any worsening situation. Supporting friend. Yes. കറക്റ്റ് ആണ്.
ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഓർത്ത് വെച്ചേക്കുക. ആർട്ടിക്കിൾ ആരംഭിക്കലാം, പാക്കലാം അല്ലേ, പേസി മുടിക്കലാം. അപ്പോൾ നമുക്ക് തുടങ്ങാം, താമസിപ്പിക്കുന്നില്ല. നമ്മുടെ ആർട്ടിക്കിൾ ടൈഗർ ബൈ ദ ടെയിൽ. യെസ് പിള്ളേരെ, ലെറ്റ്സ് സ്റ്റാർട്ട്. With the majority of the party legislatures joining a rebellion led by Eknath Shinde, the Shiv Sena appears to be slipping out of the control of its chief and Maharashtra Chief Minister Uddhav Thackeray. The Mahavikas Aghadi (MVA), the ruling tripartite alliance of the Shiv Sena, Congress and Nationalist Party (NCP) is unraveling, and it is unclear what will take its place. The Congress and NCP have pledged the continuation of their support to Mr. Thackeray, who has in turn expressed his willingness to step aside in favor of another leader from the party. The Congress has even നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് ദ പാർട്ടി ലെജിസ്ലേറ്റേഴ്സ് റെബല്യനാണ്. ആർക്കെതിരെ? റെബല്യൻ ലെഡ് ബൈ ഏക്നാഥ് ഷിൻഡെ. അപ്പോൾ ഈ റെബല്യൻ ആരാ ലീഡ് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്ന ആള് നമ്മുടെ ഏക്നാഥ് ഷിൻഡെ ആണ്. അപ്പോൾ അങ്ങേര് ഈ റെബല്യൻ ലീഡ് ചെയ്യുന്നു. ആൻഡ് ഇങ്ങേരുടെ ഈ റെബല്യൻ ഒരുപാട് റെപ്രസെൻറ്റേറ്റീവ് ഇതിലുള്ള പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ, പാർട്ടി ലെജിസ്ലേറ്റേഴ്സ് എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ, ഇയാളുടെ കൂടെ തന്നെ ഇതിനെതിരെയാണ്. അപ്പോൾ ശിവസേന ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ സ്ലിപ്പ് ഔട്ട് ചെയ്തുകൊണ്ട്, കൺട്രോളിൽ നിന്ന് സ്ലിപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്, കൈവിട്ട് പോവാണ് അല്ലേ, പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫ് ഇറ്റ്സ് ചീഫ് ആൻഡ് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ, ചീഫിൽ നിന്ന് മാത്രമല്ല ചീഫ് മിനിസ്റ്ററായ ഉദ്ധവ് താക്കറയിൽ നിന്നും സ്ലിപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നമാണ് കാര്യം. അപ്പോൾ മഹാവികാസ് അഗാദി MVA എന്ന് പറയുന്ന ഇവരുടെ ട്രിപ്പിളൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ അലയൻസ് വെച്ചേക്കുന്ന ആരൊക്കെയാണ്? ശിവസേനയുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുണ്ട് അല്ലെ. അപ്പം ഇവരുടെ വളരെ എന്താണ് അൺട്രാവലിംഗ് ആണ്, അതായത് സോൾവിങ് ആണ്. എന്നാൽ അതേ സമയത്ത് അത് അത്ര ക്ലിയർ അല്ല, എന്താ ഇനി നടക്കാൻ പോകുന്നുള്ളൊരു ക്ലാരിറ്റി നമുക്കില്ല. അപ്പോൾ കോൺഗ്രസ് NCP കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളാം, കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ഉണ്ടാവും എന്ന് മിസ്റ്റർ താക്കറയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അയാൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇൻ ടേൺ അയാൾ പറഞ്ഞേക്കുന്നത് അറ്റ് സെയിം ടൈം ഞാൻ സ്റ്റെപ്പ് അസൈഡ് ചെയ്യാൻ പോവാണ്. ഹി ഓൾറെഡി ടോൾഡ്, ഞാൻ ഓൾറെഡി റെഡിയാണ് ടു വിഡ്രോ എന്ന് പറയുന്നത്, ഞാൻ റിസൈൻ ചെയ്യാൻ റെഡിയാണ്, മറ്റൊരു ലീഡർ വരട്ടെ എന്നിട്ട് ഞാൻ പോയേക്കാം എന്ന രീതിയിലാണ് ഇയാൾ പറയുന്നത്. കോൺഗ്രസ് ഹസ് ഈവൻ ഓഫേർഡ് ടു പ്രൊവൈഡ് ഔട്ട്സൈഡ് സപ്പോർട്ട് ഓഫ് ദി ഗവൺമെന്റ് ഷുഡ് ഇറ്റ് ഹെൽപ്പ് ദി സേന പുട്ട് ഇറ്റ്സ് ഹൗസ് ഇൻ ഓർഡർ. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല, മറ്റ് നെസസറി കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടി, നെസസറി റിഫോംസ് ഒക്കെ വരുത്താൻ വേണ്ടി ഉള്ള ഹെൽപ്പ് എല്ലാം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. മിസ്റ്റർ ഷെൻറ്റെ, until he turned rebel, was a key Sena leader and has couched his rebellion in ideological terms. The Sena has drifted away from its Hindutva moorings by aligning with the NCP and the Congress. According to him, Mr. Thackeray has responded by reiterating his steadfast commitment to Hindutva in an emotional appeal to party MLAs to stay together. But that seems to have done little to soothe frayed nerves in the party, and more leaders are flocking to the rebel tent. The MVA alliance was formed after months of political machinations, including the dramatic swearing in of a short-lived government of the റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു ഓക്കെ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തോളാം, പേടിക്കേണ്ട കാര്യമില്ല, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ പുട്ട് ഇറ്റ്സ് ഹൗസ് ഇൻ ഓർഡർ, വി ക്യാൻ മേക്ക് നെസസറി റിഫോംസ്, നമുക്ക് എന്ത് ചെയ്യാം, നെസസറി റിഫോംസ് മേക്ക് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കാം എന്ന് ആര് പറഞ്ഞു? കോൺഗ്രസ് പറഞ്ഞു. അപ്പോൾ ഷിൻഡയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ് ചെയ്തത് വരെ, ഈ റിബൽ ആവുന്നത് വരെ പുള്ളിക്കാരൻ സേനയുടെ ഒരു കട്ട സപ്പോർട്ടറായിരുന്നു, കട്ട ലീഡറായിരുന്നു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ എക്സ്പ്രസ് ചെയ്തു അയാളുടെ റിബല്യൻ എക്സ്പ്രസ് ചെയ്ത് കൗച്ച് ചെയ്തത് എങ്ങനെയാണെന്നറിയോ? പറയുന്നത് വളരെ ഐഡിയോളജിക്കൽ ടേംസിലാണ്. നല്ലൊരു ഐഡിയോളജി വെച്ചുകൊണ്ടാണ് അയാൾ പറയുന്നത്. ഐഡിയോളജിക്കൽ ടേംസിൽ പറയുമ്പോൾ പുള്ളി എന്ന് പറയുന്നത് വെച്ചാൽ ഹിന്ദുത്വ ആണ് നമ്മുടെ ഇത്, ഹിന്ദുത്വ ആണ് അവരുടെ ഇത്, ശിവസേനയുടെ ഒരു ഇത് അല്ലെ, അവരുടെ ഒരു എന്താണ്, അവരുടെ ആ ഐഡിയോളജി ഈസ് ബേസ്ഡ് ഓൺ ഹിന്ദുത്വ അല്ലെ ആണ്. പക്ഷെ അത് ഡ്രിഫ്റ്റഡ് അവേ ആണ്, അവിടെ നിന്ന് മാറി, അതിൽ നിന്ന് വ്യതിചലിച്ചു ആണ് അയാൾ പറയുന്നത്. അതിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ട്, ഡ്രിഫ്റ്റ് അവേ ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് അല്ലെ, അവിടെ നിന്ന് തെന്നി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം NCPയോടും കോൺഗ്രസിനോട് ചേർന്നപ്പോൾ മുതൽ ഹിന്ദുത്വയുടെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അയാൾ കൃത്യമായിട്ട് അയാൾ പറയുന്നു മാറി നിൽക്കാനുള്ള കാരണം. പക്ഷേ താക്കറെ പറയുന്നുണ്ട് അങ്ങനെയല്ല, അയാൾ പറഞ്ഞു ഞാൻ നല്ല കമ്മിറ്റ്മെന്റ് എനിക്കുണ്ട്, ഐ എം റിയലി ലോയൽ ടു, അയാൾ മെയിൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഐ എം റിയലി ലോയൽ ടു ദ ഹിന്ദുത്വ കമ്മിറ്റ്മെന്റുമായിട്ട് ഞാൻ നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇമോഷണൽ അപ്പീലുമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും, ഇമോഷണലി അത് ഇടാനൊക്കെ ശ്രമിച്ചിട്ടും അത് വലിയ വർക്കൗട്ട് ആയില്ല. കാരണം വെച്ചാൽ മറ്റേ വളരെ എന്താ നെർവസ് ആയിട്ടുള്ള, വളരെ ആൻഷ്യസ് ആയിട്ടുള്ള, വറീഡ് ആയിട്ടുള്ള നെർവ്സ് ഭയങ്കര ഇതിലാണ് ആൾക്കാർ പാർട്ടി മൊത്തത്തിൽ. അപ്പോൾ കംപ്ലീറ്റ്ലി വറീഡാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും, മറ്റ് ലീഡേഴ്സ്, കൂടുതൽ ലീഡേഴ്സ് എല്ലാവരും എങ്ങോട്ടേക്ക് പോകുകയാണ്? ദേ ആർ ഫ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂവ് ഇൻ ഗ്രൂപ്പ്സ്, മൂവ് ഇൻ
മൂവിങ് ഇൻ ഗ്രൂപ്പ്സ്, അതിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. മൂവിങ് ഇൻ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പായിട്ട് റെബൽ ടെന്റിലോട്ട് പോവാണ്. റെബൽ ടെന്റിലോട്ട് എന്ന് പറയുമ്പോൾ നേരെ ഷിൻഡയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ MV അലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം പൊളിറ്റിക്കൽ സ്കീമിന് ശേഷം, പൊളിറ്റിക്കൽ പ്ലോട്ട് സ്കീംസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന MV അലയൻസ് കൊണ്ടുവന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് ആയിട്ട് ഒരു സ്വയറിംഗ് ഉണ്ടായിരുന്നു. സ്വയറിംഗ് ഇൻ മീൻസ് പ്ലജിങ് ഓഫ് ഷോർട്ട് ലിവ്ഡ് ഗവൺമെന്റ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഒരു അലയൻസ് ആണ് MV ഓഫ് ദി ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഷോർട്ട് ലിവ്ഡ് ഗവൺമെന്റ് ഓഫ് ജനതാ പാർട്ടിനോട് പ്ലജിങ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് എ സെക്ഷൻ ഓഫ് NCP ദാറ്റ് റിട്ടേൺ ടു ദ പാർട്ടി ക്വിക്ലി. അങ്ങനെയാണ് ഇത് വന്നത്. BJP ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഓപ്പർച്യൂൺ മൊമെന്റ്. ഇപ്പൊ കറക്റ്റ് മൊമെന്റ് നോക്കിയിരിക്കുക BJP ടു മേക്ക് ഇറ്റ്സ് നെക്സ്റ്റ് മൂവ്. ഇനി എനിക്ക് അടുത്ത മൂവ് ചെയ്യണം. BJP എപ്പോഴും അങ്ങനെയാണല്ലോ, കറക്റ്റ് ടൈമിൽ എടുത്ത് പ്രവർത്തിക്കും. ആഫ്റ്റർ യൂസിംഗ് ഇറ്റ്സ് ഗവൺമെന്റ്സ് ഇൻ ഗുജറാത്ത് ആൻഡ് അസം ടു അബറ്റ് ദ റെവല്യൂഷൻ. അപ്പൊ ഇവര് ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ എന്ത് ചെയ്യാൻ പോവാണ് അവര്. വീണ്ടും വന്നു എൻ്റെ മാഷേ, നിങ്ങൾക്ക് എന്നാ പരിപാടി, എന്താ പരിപാടി? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ഈ സ്പാം ചെയ്യുന്നത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. എന്നാലും ഇത് വരും, എന്നാൽ നമുക്ക് സമയമില്ല ഇത് നോക്കിക്കൊണ്ടിരിക്കാനുള്ള. അപ്പോൾ ഗുജറാത്തിലും അതുപോലെ അസമിലും എന്താ ഹെൽപ്പ് ചെയ്യാൻ, ഈ റിവോൾട്ടിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് BJP കൈ കഴിഞ്ഞ് സഹായിക്കാൻ റെഡിയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ സേന severed its ties with the long-term partner BJP, even overlooking their ideological bonding of Hindutva to reclaim its eroding primacy in state politics. Despite the ideological mismatch among the allies, the MVA partners had a compulsion to stay united until the resentment within the Sena snowballed to challenge the authority of the Thackeray family. This crisis has been in the making for a long time, and the CM's blind trust in the loyalty of his പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് വരാം. സേന ശരിക്കും പറഞ്ഞാൽ സേനയെ സംബന്ധിച്ചോളം, ശിവസേനയെ സംബന്ധിച്ചോളം അവരവരുടെ ടൈ കട്ട് ഓഫ് ചെയ്തായിരുന്നു BJP ആയിട്ട്. കുറേ ലോങ് ടേം പാർട്ണറായി BJP ആയിട്ടുള്ള ഇത് കട്ട് ഔട്ട് ചെയ്തായിരുന്നു. കാരണം സ്റ്റേറ്റ് പൊളിറ്റിക്സുമായിട്ട് അവരുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് കട്ട് ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഈവൻ ഓവർലുക്കിംഗ് ദർ ഐഡിയോളജി, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇത് മിസ് ചെയ്യുമ്പോൾ പോലും ഈവൻ ദേ ആർ ഫെയിലിംഗ് ടു നോട്ടീസ് ദർ ഐഡിയോളജിക്കൽ ഇത് അവർ നോട്ടീസ് ചെയ്യുന്ന ഐഡിയോളജിക്കൽ ബോണ്ടിങ് ഹിന്ദുത്വമായിട്ടുള്ള BJPക്ക് ഹിന്ദുത്വമായിട്ടുള്ള ആ ഒരു കണക്ഷൻ പോലും അവർ നോക്കുന്ന പോലും, അത് നോക്കിയിട്ട് പോലും അവരെന്ത് ചെയ്യുന്നില്ല, BJP ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല. അങ്ങനെ ഒരു വളരെ ഡീക്കയിങ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ആണ് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ BJP ആയിട്ട് കൊടുക്കുന്നത്. BJPക്ക് ആയിട്ടൊരു കണക്ഷൻ ഇപ്പോൾ അവർക്കില്ല, കട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഡെസ്പൈറ്റ് ദ ഐഡിയോളജിക്കൽ മിസ്മാച്ച് അമംഗ് ദ അലീസിനെ സംബന്ധിച്ച് ഇവരുടെ അസോസിയേറ്റ്സുമായിട്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഐഡിയോളജിക്കലി അവർ തമ്മിൽ വലിയൊരു ഹിന്ദുത്വ ഐഡിയോളജി അല്ല അവർ കീപ്പപ്പ് ചെയ്യുന്നത്. മറ്റ് NCAക്കാരും കോൺഗ്രസിൻ്റെ ഒക്കെ അലയൻസ് ആണെങ്കിൽ പോലും അവർക്ക് നല്ല കമ്പൾഷൻ ഉണ്ട്, യുണൈറ്റഡ് ആയി നിൽക്കാനുള്ള കമ്പൾഷൻ ഉണ്ട്. പക്ഷേ ദർ ഇസ് റിസെന്റ്മെന്റ്, ബിറ്റർനെസ് ഉണ്ട് വിത്തിൻ ദ സേനയ്ക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളാണ്, ബിറ്റർനെസ് ഉണ്ട്, അതാണ് പ്രശ്നം. ആൻഡ് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് intensified to challenge the authority of the Thackeray family. Thackeray ഫാമിലിന്റെ അതോറിറ്റിയെ ചോദ്യം ചെയ്യുന്നു, ചാലഞ്ച് ചെയ്യുന്നു. അതാണ് ഇവിടെ, അത് ഇന്റൻസിറ്റി കൂടി വരുവാണ്. അതാണ് ഇവിടുത്തെ ഉള്ളിലെ പ്രശ്നം, ശിവസേനയുടെ ഉള്ളിലെ ഇപ്പോഴത്തെ പ്രശ്നം. ദിസ് ക്രൈസിസ്, ഇത് കുറേ നാളായി തുടങ്ങി, ഇന്ന് തുടങ്ങുന്ന പരിപാടിയാണോ? അല്ല, ഇൻ ദ മേക്കിംഗ് ഫോർ എ ലോങ് ടൈം, കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ആൻഡ് ദ CM's ബ്ലൈൻഡ് ട്രസ്റ്റ് ഇൻ ദ ലോയൽറ്റി, CMന് ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ആണ്. ലോയൽറ്റി ഓഫ് ഹിസ് വാരിയസ് has turned out to be misplaced. അത് മോശമായിപ്പോയി, അത് മിസ്പ്ലേസ് ആണ്, അത് റോങ് ആയിപ്പോയി, തെറ്റിപ്പോയി. CM വിചാരിച്ചു വാരിയസ് ഒക്കെ കൂടെ നിൽക്കും അല്ലേ, ശിവസേനയിലെ വാരിയസ് ഒക്കെ എപ്പോഴെന്നും കൂടെ നിൽക്കുന്നു, ഇല്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു രീതിയിലാണ് ടേൺ ഔട്ട് ടു ബി അല്ലേ. അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു റിസൾട്ടാണ് വന്നത്, ഒരു പെർട്ടിക്കുലർ വേയിലോട്ട് ഇത് മാറിപ്പോയി. ടു ബി ഫെയർ, ദീസ് MLAs had been complaining about lack of access to the Chief Minister and his son and Minister Aditya Thackeray. The junior Thackeray's attempt to reshape the party as more palatable to the upper class sensibilities disturbed the rustic, often restive party base that used to be kept on a constant boil by his grandfather and party founder Bal Thackeray. Mr. Shinde is one of the very few mass leaders in Sena after the Thackerays. He is perceived to be accessible and holds sway, verb ആയിട്ട് ഉപയോഗിക്കുന്നത്, in 2 districts neighboring Mumbai, almost 6 municipal corporations and an equal number of smaller local bodies. He felt sidelined in the new scheme of things and was waiting for the right opportunity. നോക്കാം. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, കാര്യത്തിലോട്ട് നമുക്ക് വരാം. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി ഇപ്പോൾ ഇവിടെയുള്ള MLAs എല്ലാവരും ഇവർ ഫ്രസ്ട്രേറ്റ് ആവാനുള്ള കാരണം കുറേ നാളെ അവർ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട്, ദേ ഹാഡ് ബീൻ കംപ്ലൈനിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് ആക്സസ്. അവർക്ക് ആക്സസ് കിട്ടുന്നില്ല, ചീഫ് മിനിസ്റ്ററുമായിട്ട് ഒരു ആക്സസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ അയാളുടെ സണ്ണിനോടും അയാളുടെ
അതുപോലെ സൺ ആൻഡ് മിനിസ്റ്റർ ആയിട്ടുള്ള ആദിത്യ താക്കറെ ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല. ജൂനിയർ താക്കറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹീസ് അറ്റംപ്റ്റിംഗ്, ഇയാൾ ചെയ്യുന്ന വെച്ചാൽ റീഷേപ്പ് ചെയ്യാൻ നോക്കുക, പാർട്ടിയെ റീഷേപ്പ് ചെയ്തെടുക്കാൻ നോക്കുവാണ് ആൻഡ് കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആക്കാൻ നോക്കുവാണ്. ആർക്കാ അക്സെപ്റ്റബിൾ ആക്കാൻ നോക്കുന്നത്? അപ്പർ ക്ലാസ് സെൻസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് വലിയ മുന്തിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി സെറ്റ് ആക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് ആരെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? റസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ അല്ലേ? റസ്റ്റിക് ആയിട്ടുള്ള, അതായത് നമ്മൾ സാധാരണക്കാർക്ക് അതങ്ങ് പിടിക്കണമെന്നില്ല. റസ്റ്റിക് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവായിട്ടും നൗണുമായിട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നൗണായിട്ട് വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം റസ്റ്റിക് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ കേട്ടോ, സാധാരണക്കാരായ ലോക്കൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് റെസ്റ്റ്ലെസ് പാർട്ടി ബേസ് ഉള്ളപ്പോൾ, വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പാർട്ടി ബേസ് ആണ് ഇപ്പോൾ അത് കേൾക്കുന്നത്. അത് കോൺസ്റ്റന്റ് ബോയിലാണ്, ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈ ഈ പറയുന്ന ഗ്രാൻഡ് ഫാദർ ആൻഡ് ആണ്, അതുപോലെ തന്നെ പാർട്ടി ഫൗണ്ടറായ ബാൽ താക്കറെ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങി വെച്ചത് അല്ലേ, ഫൗണ്ടർ അതാണ്. പക്ഷേ ഷിൻഡെയെ സംബന്ധിച്ചോളം, എതിരായ റിബലായ ഷിൻഡെയെ സംബന്ധിച്ചോളം വെരി ഫ്യൂ മാസ് ലീഡേഴ്സ് ഇൻ സേനയിൽ കുറച്ച് പേരേ ഉള്ളൂ. താക്കറെ കഴിഞ്ഞിട്ട് ഷിൻഡെ അത് പറയൂ കേട്ടോ, താക്കറെ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ പ്രോപ്പർ ലീഡേഴ്സ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ സേനയിലുള്ളതായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അത് ഷിൻഡെ പറയും. അപ്പം ഷിൻഡെയാണ് അത്, അതായത് അങ്ങനെയല്ല. താക്കറയെ സംബന്ധിച്ചിടത്തോളം താക്കറെ കഴിഞ്ഞിട്ട് വേറെ ആര് എന്ന് ചോദിച്ചാൽ അത് ഷിൻഡെയാണ്. വേറെ ആരും ഇല്ല അയാൾക്ക് ഒരു പ്രോപ്പറായിട്ട് അല്ലാതെ വേറൊരു പ്രോപ്പറായ ശിവസേനയിൽ നല്ലൊരു ലീഡർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പറയുന്നത്. സോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആക്സസിബിൾ ആണ്, അയാൾ അതിന് ആക്സസിബിൾ ആണ്. ആൻഡ് ഹി ഹാസ് ക്ലിയർ, അയാൾക്ക് ഹാസ് എന്താ പറയുക, സ്ട്രോങ് ഇൻഫ്ലുവൻസ്, നല്ല ഇൻഫ്ലുവൻസും ഉണ്ട് അയാൾക്ക്. രണ്ട് ഇൻഫ്ലുവൻസും ഉണ്ട് ഈ ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം. ടു ഡിസ്ട്രിക്ട് നെയ്ബറിംഗ് മുംബൈയിലെ 2 അടുത്തുള്ള ഡിസ്ട്രിക്ട്സിൽ, അതുപോലെ 6 മുനിസിപ്പൽ കോർപ്പറേഷൻസിലൊക്കെ ഇയാൾക്ക് നല്ല സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈക്വൽ നമ്പർ ഓഫ് സ്മോൾ ലോക്കൽ ബോഡീസിലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ആളെന്ന് പറഞ്ഞാൽ അത് ഷിൻഡെ തന്നെയാണ്. വേറെ താക്കറെ കഴിഞ്ഞിട്ട് വേറെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെയുള്ളൂ. അപ്പോൾ താക്കറയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ഷിൻഡെ തന്നെയാണ് ഇപ്പോൾ നല്ല റിബല്യനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളി ആലോചിച്ച് പുള്ളിക്ക് തോന്നുന്നു പുള്ളിയെ സൈഡ് ലൈൻ ചെയ്യപ്പെടുവാണ്. ഹി ഫെൽ സൈഡ് ലൈൻഡ്. ഒരുപാട് സ്കീംസിൽ പുള്ളിയെ സൈഡ് ലൈൻ ചെയ്ത് മാറ്റി നിർത്തുന്നതായിട്ട് പുള്ളിക്ക് തോന്നി. ഹി വാസ് മാറ്റി നിർത്തൽ അല്ലേ, അയാളെ മാറ്റി നിർത്തുന്നതായിട്ട് അയാൾക്ക് റിജക്റ്റ് ചെയ്യുന്നതായിട്ട് അയാളെ തോന്നി, അയാളെ ബ്രഷ് അസൈഡ് ചെയ്യുന്നതായിട്ട് അയാൾക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് വെയിറ്റിംഗ് ഫോർ, കുറേ നാളായിട്ട് അയാൾ തോന്നിയിട്ടുണ്ട്. ഹി ഫെൽറ്റ് ഞാൻ ബ്രഷ് അസൈഡ് ചെയ്യപ്പെടുവാണ്, ഞാൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുവാണെന്ന് അയാൾക്ക് തോന്നിയായിരുന്നു. അങ്ങനെ അയാൾ റൈറ്റ് മൊമെന്റിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ടു സ്ട്രൈക്ക്. റൈറ്റ് മൊമെന്റ് എടുത്തപ്പോൾ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി അയാൾ വിചാരിക്കും ദ സേന ഈസ് അറ്റ് എ ക്രോസ് റോഡ്സ് ആൻഡ് കുഡ് ഈവൻ ഹെഡ് ടു ഡെഡ് എൻഡിൽ എത്താനുള്ള ഒരു ചാൻസ് സേനയ്ക്കുണ്ട്. അറ്റ് എ ക്രോസ് റോഡ്സിലാണ്, ക്രിട്ടിക്കൽ ജങ്ക്ചറിലാണ് സേന ഇപ്പം. അപ്പോൾ എന്തായാലും വളരെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആൻഡ് ഇൻഫോർമേറ്റീവ് ആണല്ലോ. എന്താണ് സേനയിലെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആൻഡ് ഇതാണ്, ഓ ഗോഡ്, അനലിറ്റിക്കൽ പ്ലസ് ഇൻഫോർമേറ്റീവ്. ഓക്കെ പിള്ളേരെ, അപ്പോൾ ക്ലിയർ ആയെങ്കിൽ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. നമുക്ക് വേഗം ക്വസ്റ്റ്യനിലോട്ട് പോകാം. Do not brace our children overly, it may cause them to become dependable too. Yes. കാസ്റ്റ് റിലീജിയൻ ബേസിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് തന്നെ, ഇവരെല്ലാം ഡെമോക്രാറ്റിക് വാല്യൂസ് നളിഫൈ ചെയ്യും. ഇതിലും ഭേദം ഓട്ടോക്രസി ആണെന്ന് തോന്നുന്നു ചില പോളിസി കാണുമ്പോൾ. സത്യം, ഇതിനോട് അല്ലേ, കാസ്റ്റിനോടും പൊളിറ്റിക്സ് റിലീജിയനോടും ബേസ് ചെയ്യുന്ന പാർട്ടീസിനോട് നമ്മൾ കൂടാതെ നിൽക്കുന്നത് തന്നെയാണ് കറക്റ്റ്. അത് കറക്റ്റായ കാര്യമാണ്. കാരണം ഒരവസരം വരുമ്പോൾ അവരുടെ തനിനിറം പുറത്താക്കും. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ ടു യെസ്. അപ്പം നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻ നോക്കാം പിള്ളേരെ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: The small bump in daily cases seen in a few states for the last 3 weeks therefore do not appear to mark the beginning of a new wave. The small bump in daily cases seen in a few states for the last 3 weeks therefore do not appear to mark the beginning of a new wave. ഒന്ന് പറയാമോ ഏതാന്ന് ആർട്ടിക്കിളിലെ ആൻസർ? പറ, പെട്ടെന്ന് പറയുമോ, സമയം ഒരുപാട് വൈകിയല്ലോ. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, പറഞ്ഞോ. എന്തിനെ പറ്റിയാ പറയുന്നത് നോക്കിയേ. ദ സ്മോൾ ബമ്പാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്
അല്ലെ. പിന്നുള്ളത് എന്താ? ഇൻ ദ ഡെയിലി കേസസ് സീൻ ഇൻ ഫ്യൂ സ്റ്റേറ്റ്സ് ഫോർ ദ ലാസ്റ്റ് 3 decades therefore. അത്രയും ഉള്ളത് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇത്രയും കാര്യങ്ങൾ പ്രിപ്പോസിഷണൽ ഫ്രേസ്. അപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? സബ്ജക്റ്റ് അനുസരിച്ചല്ലേ പിള്ളേരെ നിങ്ങൾ കൊടുക്കേണ്ടത് വേർബ്. അപ്പോൾ ഡു നോട്ട് വരുമോ അവിടെ? ഇല്ല. അവിടെ എന്ത് കൊടുക്കണം? ഡസ് നോട്ട് വരണം. നോക്കിയേ, ആൻസർ ഇപ്പോഴും കോമന്റ് സെക്ഷൻ തരാത്തോട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആൻസർ ചെയ്യണം. കാരണം തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ ആൻസർ തരിക. കാരണം ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ടി പഠിപ്പിക്കുന്നത് നിങ്ങളെ. സ്പോട്ട് ദ ക്വസ്റ്റൻ എപ്പോഴും വരും പിള്ളേരെ. ഓർത്തിരിക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. സോ ഡസ് നോട്ട് അപ്പിയർ ടു മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ ന്യൂ വേവ് ആണ് കേട്ടോ. ഡസ് നോട്ട് അപ്പിയേർഡും വരില്ല. അല്ലല്ല, അപ്പിയേർഡ് വരില്ല കേട്ടോ. അപ്പിയേർഡ് വരില്ല. യെസ്, അപ്പിയേർഡ് ഒരിക്കലും വരില്ല. ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പിയേർഡ് വരില്ല. കാരണം ഡൂവിൻ്റെ കൂടെ ഡു ആയിക്കോട്ടെ, ഡസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഡ് ആയിക്കോട്ടെ, അവയുടെ കൂടെ ഒരിക്കലും എന്ത് വരില്ല? V1 വരത്തുള്ളൂ. ഒരിക്കലും V2ഓ V3ഓ V4ഓ V5ഓ വരാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ശ്രദ്ധിക്കണേ. ആൻഡ് മൂവിങ് ഓൺ ടു ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ച പിള്ളേരെ. അണ്ടർ എ ന്യൂ പ്രസിഡന്റ് കൊളംബിയ ഹാസ് എൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റേബിൾ ഗ്രോത്ത് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഡ്രഗ് വാർ. അണ്ടർ എ ന്യൂ പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ് വരുമ്പോൾ കൊളംബിയ ഹാസ് എൻ ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടു സ്റ്റേബിൾ ഗ്രോത്ത് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഡ്രഗ് വാർ. നോക്കാം എന്താണ് ആൻസർ എന്ന്. എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ക്വസ്റ്റൻ, എൻ്റെ ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. അപ്പോൾ ഇനിയും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു പിള്ളേരെ. അപ്പോൾ നമ്മുടെ ചാണക്യ ബാച്ചിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബാങ്ക് മാത്രമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ബാങ്കിൻ്റെ ബാച്ച് 1400 രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. IBPS RRBക്ക് ബാങ്ക് മാത്രം നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് കേട്ടോ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 1400 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. റീസണിങ് ആൻഡ് QAക്ക് മാത്രം, മാത്തിന് മാത്രം കേട്ടോ. അതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ 3ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് 27-ാം തീയതി. ജോയിൻ ചെയ്യാനുള്ളവർ വേഗം ജോയിൻ ചെയ്യുക കേട്ടോ. Y314Y314 എന്ന കോഡ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ആൻഡ് ഇന്ന് രാത്രി 9 മണിക്ക് നമ്മൾ SSCയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഡീറ്റെയിൽ അതിൻ്റെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 70,000 വേക്കൻസി ഉണ്ട്. സോ പേടിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ പിള്ളേർക്ക് ടെൻഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ SSC ഒരു നല്ലൊരു സ്ട്രോങ് ഹോൾഡാണ് നിങ്ങൾക്ക് ഇത്തവണ. അപ്പോൾ മറക്കണ്ട, SSCക്ക് നമുക്ക് വേണ്ടി ഒരുങ്ങാം. ആൻഡ് 9 മണിക്ക് സൂം ഇവന്റിൽ വരാൻ മറക്കണ്ട എല്ലാവരും. ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ഓൾ ദർ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. ഇനിയും കാണാം. നമ്മുടെ ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും വരും. രാവിലെ 8:30 എന്നും എഡിറ്റോറിയൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഇന്ന് 9 മണിക്ക് കാണാം പിള്ളേരെ. അപ്പോൾ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവരോട് എത്തിക്കുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിലേക്ക് എത്തിക്കുക. അതുപോലെ കോമന്റ് സെക്ഷനിൽ ആൻസർ വരാൻ മറക്കണ്ട. സജഷൻസ് ഉണ്ടെങ്കിൽ ഇടാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബൈ, ടേക്ക് കെയർ.